Hi all, good morning and welcome to PsyQuest IGNOU BA PhD third year Forensic Psychology free class. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കാരണം ഫോറൻസിക് സൈക്കോളജി എനിക്ക് ഇഷ്ടമുള്ള ഏരിയ ആണ്. പക്ഷേ അതെങ്ങനെ പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ട് എടുക്കും എന്നുള്ളതിലൊരു ചെറിയ കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്ത് പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടല്ല എടുത്തിട്ടുണ്ടായിരുന്നത്, ജസ്റ്റ് ക്ലാസ്സസ് കംപ്ലീറ്റ്ലി എടുത്തു. അപ്പോ ഈ ഒരു വിഷയത്തോട് അല്ലെങ്കിൽ സൈക്കോളജിയോടുള്ള പാഷൻ കൊണ്ടാണോ അല്ലെങ്കിൽ സൈക്കോളജി കൊണ്ടുള്ള ഇഷ്ടം കൊണ്ടാണോ എന്നൊന്നും അറിയില്ല, ചില കാര്യങ്ങൾ എനിക്ക് യാദൃശ്ചികമായിട്ട് സംഭവിക്കാറുണ്ട്. ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ ഇന്റേൺഷിപ്പിന്റെ കുട്ടികളുടെ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോയപ്പം റാൻഡം ആയിട്ടൊരു ബുക്ക് പിക്ക് ചെയ്തു. എന്റെ താഴത്തെ ബുക്ക് ഷോപ്പാണ്. അപ്പം റാൻഡം ആയിട്ട് പിക്ക് ചെയ്ത 4 ബുക്സ് പിക്ക് ചെയ്തു. അതിലൊരെണ്ണമായിരുന്നു ദ സൈലന്റ് പേഷ്യന്റ്. ഇത് എടുക്കുന്ന സമയത്തും ഞാൻ ഇതില് കോട്ട് കണ്ടിട്ടാണ് ഞാൻ ഈ ബുക്ക് സെലക്ട് ചെയ്തത്. കോട്ട് എന്ന് പറയുന്നത് ഷോ യു ദ സൈലന്റ് പേഷ്യന്റ്, only she know what happened, only I can make her speak, only she know what happened. എന്താണ് സംഭവിച്ചത് അവൾക്ക് മാത്രമേ അറിയുള്ളൂ, അവളെ സംസാരിക്കാൻ എനിക്ക് മാത്രമേ പറ്റത്തുള്ളൂ. ഇതാണ് ബുക്കിന്റെ ഒരു ഹെഡ്ലൈൻ എന്ന പോലെ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നോക്കുമ്പോൾ നമ്പർ 1 ന്യൂയോർക്ക് ടൈംസ് ബെസ്റ്റ് സെല്ലർ ആണ്. ന്യൂയോർക്ക് ടൈംസ് ബുക്സിന്റെ ബെസ്റ്റ് സെല്ലർ ആയിട്ടുള്ള ഒരു ബുക്കാണ് ഇത്. പിന്നീട് ഫിലിം ഒക്കെ ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ബാക്ക് സൈഡ് കവർ ഇതിൽ കാണിക്കുന്നില്ല, പക്ഷെ ബാക്ക് സൈഡ് കവറിൽ അലക്സ് മെക്കാഡേൽസിന്റെ ആട്ടോ ബുക്ക്. ബാക്ക് സൈഡില് ഞാൻ നോക്കി, ബുക്ക് ഞാൻ സെലക്ട് ചെയ്ത് ബാക്ക് സൈഡിൽ നോക്കിയപ്പോഴാണ് വീണ്ടും ഞാൻ ഞെട്ടിയത്. ഇതിലെ കഥാപാത്രങ്ങൾ 2 പേരാണ്, മെയിൻ കഥാപാത്രങ്ങൾ 2 പേരാണ്, അലീസിയ ആൻഡ് തിയോ. ഈ തിയോ ഒരു ഫോറൻസിക് സൈക്കോതെറാപ്പിസ്റ്റ് ആണ്. അപ്പൊ ഐ വാസ് വെരി എക്സൈറ്റഡ്. ഞാൻ കാരണം ഞാൻ ഈ വീക്ക് ഫോറൻസിക് സൈക്കോളജി തുടങ്ങാൻ പോവാണ് എന്ന് പ്ലാനൊക്കെ ചെയ്തിരിക്കുകയാണ്. അപ്പൊ നോക്കുമ്പോൾ ഇതിലെ മെയിൻ കഥാപാത്രം ഒരു ഫോറൻസിക് സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ഫോറൻസിക് സൈക്കോതെറാപ്പിസ്റ്റ് ആണ്. വായിക്കാൻ തുടങ്ങി. ഓരോ പേജ് വായിക്കുമ്പോഴും ഇൻട്രസ്റ്റ് കൂടി വരികയാണ്. കാരണം ഫുൾ ആക്കിയിട്ടില്ല. ഇപ്പം ഫോറൻസിക് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഈ ബുക്ക് ഒരു നല്ല മുതൽക്കൂട്ടായിരിക്കും. ഫോറൻസിക്കിന് അപ്പുറത്തോളം ഒരു എന്താ പറയുക ത്രില്ലർ സ്റ്റോറി വായിക്കാൻ ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു പുസ്തകമാണ് ദ സൈലന്റ് പേഷ്യന്റ് എന്ന് പറയുന്നത്. സൈലന്റ് പേഷ്യന്റ് ഒരു ത്രെഡ് ഞാൻ പറഞ്ഞില്ല, കഥയുടെ രസം കൊല്ലാൻ എനിക്ക് അറിഞ്ഞുകൂടാ, കാരണം ഞാൻ ഫുള്ളും വായിച്ചിട്ടില്ല. ഈ അലീസിയ ഒരു ആർട്ടിസ്റ്റ് ആണ്. ആർട്ടിസ്റ്റ് പെയിന്റർ ആണ്. ചിത്രം വരയ്ക്കുന്ന ഒരു പെയിന്റർ ആയിരുന്നു അലീസിയ. അലീസിയയുടെ ഭർത്താവ് ഗബ്രിയല് ഒരു ഫോട്ടോഗ്രാഫർ ആണ്. ഫോട്ടോഗ്രാഫർ എന്ന് പറഞ്ഞാല് ഈ സ്ത്രീകളുടെ ഹാഫ് നേക്കഡ് ആയിട്ടുള്ള പിക്ചേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കുന്ന ഒരു ഫോട്ടോഗ്രാഫറാണ്. പ്രശസ്തനായിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫറാണ്. ഒരു നല്ലൊരു ഫാമിലി ലൈഫ് കൊണ്ടുപോയിരുന്നു. ഒരു ദിവസം രാത്രി ഗബ്രിയലിന്റെയും അലീസിയുടെയും വീടിനടുത്ത് നിന്ന് ഒരു സ്ത്രീ 5 ഗൺ ഷോട്ടിന്റെ സൗണ്ട് കേൾക്കുകയാണ്. ഷൂട്ട് ചെയ്യുന്ന സൗണ്ട് കേൾക്കുകയാണ്. 4-5 ഷൂട്ട് കേട്ടിട്ട് ഈ നെയ്ബർ സ്ത്രീ ഫോൺ ചെയ്യാണ് പോലീസിന്, ഇങ്ങനെ ഗൺ ഷോട്ട് കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ 5 മിനിറ്റോടെ തന്നെ പോലീസ് എത്തുകയാണ്. ഇവിടെ അലീസിയയുടെ വീട്ടിലെത്തി. അവിടെ കൂരിട്ടാണ്, പവർ ഓഫ് ആണ്. അങ്ങനെ നടന്ന് അകത്തേക്ക് കയറുമ്പോൾ കാണുന്നത് ഒരു ചെയറില് ഗബ്രിയലിനെ കെട്ടിയിട്ട രൂപത്തിൽ കാണുകയാണ്. അപ്പൊ അവിടെ വെച്ച് ഗബ്രിയൽ അലൈവ് ആണ്. നോക്കുന്ന സമയത്ത് വികൃതമാം വിധം ഗബ്രിയലിന്റെ മുഖത്ത് 5 ഗൺ ഷോട്ട് ഏറ്റിട്ടുണ്ട്. ഒരു താഴേക്ക് നോക്കുന്ന സമയത്ത് ഒത്തിരി ചോര കാണുന്നു, സ്പ്രേ ചെയ്ത പോലെയുണ്ട്. അതൊക്കെ ഭയങ്കര രസകരമായിട്ടാണ് വർണ്ണിക്കുന്ന. ചോര സ്പ്രേ പോലെ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഉള്ളത്. അപ്പൊ അവര് നോക്കുമ്പോൾ ഒരാളുടെ ചോരയുടെ അത്രയല്ല ഉള്ളത്, ഒത്തിരി ചോര കാണുന്നു. ഇതിനപ്പുറത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ അലീസിയ 2 കൈയിലും വെയിൻസ് കട്ട് ചെയ്തിട്ട് സൂസൈഡൽ അറ്റംപ്റ്റ് നടത്തി. കട്ട് ചെയ്ത കത്തി ഇങ്ങനെ തിളങ്ങുന്നുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ നിൽക്കുക. അങ്ങനെ അലീസിയനെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നു. അവിടുന്ന് ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുക്കുന്നു. 2 കൈയിലും കട്ടുണ്ടായിരുന്നു. ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുക്കുന്നു. അങ്ങനെ അലീസിയന് എന്തായാലും ആ ഗണ്ണിന്റെ മേലെ അലീസിയയുടെ എന്ത് മാത്രമേ ഉള്ളൂ, അലീസിയയുടെ മാത്രം ഫിംഗർ പ്രിന്റ്സ് ഉള്ളൂ. അപ്പൊ എന്തായാലും അലീസിയാണ് കൾപ്രിറ്റ് അല്ലെങ്കിൽ അലീസിയാണ് അക്യൂസ് എന്നുള്ള രീതിയിൽ അലീസിയനെ എന്ത് ചെയ്യുന്നുണ്ട്, തടവിൽ വെക്കുന്നുണ്ട്. പക്ഷെ അന്ന് മുതൽ അലീസിയ മ്യൂട്ടാണ്.
അതായത് ഒരക്ഷരം മിണ്ടുന്നില്ല. അപ്പം പിന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്തും അല്ലെങ്കിൽ പിന്നെ കോർട്ടിൽ പ്രസന്റ് ചെയ്യുന്ന സമയത്തും ഒന്നും അലീസിയ ഒന്നും മിണ്ടുന്നില്ല. അപ്പം അലീസിയയുടെ ഈ ഒരു കേസിൽ ഇൻട്രസ്റ്റഡ് ആയിട്ട് ഒരു ഫോറൻസിക് സൈക്കോതെറാപ്പിസ്റ്റ് വരികയാണ്. അപ്പം അലീസിയയുടെ കേസ് മിണ്ടാതായപ്പോ നമ്മുടെ ഫോറൻസിക് സൈക്യാട്രിസ്റ്റ് പറയാണ് അലീസിയക്ക് മാനസിക രോഗമാണ്, അലീസിയ മാനസിക രോഗത്തിന് അടിമയാണെന്നുള്ള രീതിയിൽ പ്രസന്റ് ചെയ്യുകയും ഈ ഫോറൻസിക് സൈക്യാട്രിസ്റ്റിന്റെ സെക്കൻഡ് ഫസ്ന എന്തെങ്കിലും പറയാനുണ്ടോടാ? വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? അപ്പം ഫസ്നയുടെ പ്രശ്നമായിട്ട് ഫസ്ന ഒന്ന് എന്താ പറയാ ലെഫ്റ്റ് ആയിട്ട് റീജോയിൻ ചെയ്തോളൂ കേട്ടോ. അങ്ങനെ അലീസിയക്ക് മാനസിക രോഗത്തിന് അടിമയായത് കൊണ്ടാണ് അലീസിയ ഇത് ചെയ്തത് എന്നുള്ള രീതിയിൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുകയും അലീസിയനെ ഒരു മെന്റൽ ഹോസ്പിറ്റലിലേക്ക്, ഈ ഡോക്ടർ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു മെന്റൽ ഹോസ്പിറ്റലിലേക്ക് അലീസിയനെ എത്തിക്കുകയാണ്. ഇപ്പം തിയോ ആണ് കേട്ടോ നമ്മുടെ ഈ ഫോറൻസിക് സൈക്കോതെറാപ്പിസ്റ്റ്. അപ്പൊ ഈ അലീസിയനെ തടങ്കലിന് മുന്നേ അവരെ വീട്ടിൽ പാർപ്പിച്ചിരുന്നു. ഈ ഒരു നമ്മുടെ വിചാരണ സമയത്ത് വീട്ടിൽ പാർപ്പിച്ചിരുന്നു. അപ്പൊ അലീസിയയുടെ തന്നെ ഒരു പോർട്രേറ്റ് ഒക്കെ വരയ്ക്കുന്നുണ്ട്. അപ്പം അലീസിയക്ക് എന്തോ പറയാനുണ്ടെന്ന് തിയോക്ക് തോന്നുകയാണ്. അതായത് അലീസിയനെ സംസാരിപ്പിക്കാൻ എനിക്ക് പറ്റുള്ളൂ തിയോക്ക് തോന്നുകയാണ്. പക്ഷെ തിയോക്ക് അറിയില്ല എങ്ങനെയാണ് അലീസിയയിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത്. അങ്ങനെ ഈ കേസ് നടന്ന 6 വർഷത്തോളം അലീസിയ മെന്റൽ ഹോസ്പിറ്റലാണ്. ആ 6 വർഷത്തിന് ശേഷം ആ മെന്റൽ ഹോസ്പിറ്റലിലേക്ക് ഒരു പുതിയ സൈക്കോതെറാപ്പിസ്റ്റിന് ആവശ്യമുണ്ടെന്നുള്ള പരസ്യം കാണുകയാണ്. ആ പരസ്യം കണ്ടിട്ട് തിയോ അവിടേക്ക് അപ്ലൈ ചെയ്യുകയും അവിടെ ജോലിക്ക് എത്തുകയും ചെയ്യുകയാണ്. ഇതാണ് ഒരു ത്രെഡ് എന്ന് പറയുന്നത്. എന്നിട്ട് അവിടെ നിന്ന് അലീസിയനെ സംസാരിപ്പിക്കുകയാണ്. എന്താണ് നടന്നത് അല്ലെങ്കിൽ വാട്ട് ഹാപ്പൻ, അതാണ് ഓൺലി ഷീ നോസ് വാട്ട് ഹാപ്പൻ. ഈ ഗബ്രിയേലിന്റെ കൊലപാതകം അല്ലെങ്കിൽ എങ്ങനെ നടന്നു എന്നത് അലീസിയക്ക് മാത്രമേ അറിയുള്ളൂ. അലീസിയെ സംസാരിപ്പിക്കാൻ വേണ്ടി തിയോക്ക് മാത്രമേ പറ്റുള്ളൂ എന്ന് വിശ്വസിച്ചുകൊണ്ടുള്ള ഒരു പുസ്തകം. പിന്നീട് സിനിമയൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഫോറൻസിക് സൈക്കോളജി അല്ലെങ്കിൽ ഫോറൻസിക് സൈക്കോതെറാപ്പിസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു ക്രൈമില് അകപ്പെട്ടിട്ടുള്ള സൈക്കോളജിക്കൽ കാര്യങ്ങള് കൊണ്ടുവരാ എന്നതാണ്. അതായത് ലോ ആൻഡ് ഓർഡറിൽ അകപ്പെട്ടുള്ള ഫോറൻസിക് സൈക്കോളജിസ്റ്റ് കേൾക്കുമ്പോഴത്തേനും നമ്മുടെ മുന്നിലേക്ക് ഓടിയെത്തുന്നത് മെയിൻ ആയിട്ടും എന്താണ്, കേസ് കണ്ടുപിടിക്കുക, കേസ് തെളിയിക്കുക. അതിനപ്പുറത്തോട്ടാട്ടോ ഫോറൻസിക് സൈക്കോളജി എന്ന് പറയുന്നത്. അതായത് ഫോറൻസിക് സൈക്കോളജി മെയിൻ ആയിട്ടും ചെയ്യുന്നത് ഒരു ക്രൈമിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളുടെ പ്രൊഫൈലിംഗ്, ക്രിമിനൽ പ്രൊഫൈലിംഗ്, അതുപോലെ തന്നെ ആ ആളുകൾക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുക. അതായത് ഒരു ദിവസം കൊണ്ട് ഒരു ക്രിമിനൽ ജയിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഒരു ക്രിമിനൽ ഉണ്ടാവാൻ ഒരുപാട് കാലം എടുക്കുന്നത്, സഡൻ ആയിട്ട് നടക്കുന്നത് കയ്യബദ്ധമാണ്. അല്ലാതെ ഒരു ക്രിമിനൽ ഒരു ദിവസം കൊണ്ട് ജയിക്കുന്നില്ല. അപ്പൊ ആ ക്രിമിനൽ ആവാൻ അയാൾക്ക് ഉണ്ടായിട്ടുള്ള പശ്ചാത്തലം, ഇനി ക്രിമിനൽ ആയ ശേഷം അയാൾക്ക് മാനസിക രോഗികൾ തന്നെയാണ് മിക്കവാറും ഈ പറയുന്ന പോലെ തന്നെ ബോൺ ക്രിമിനൽസ്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ കുറെ ക്രൈം ചെയ്യുന്നവര് മാനസിക രോഗികളായിരിക്കും മിക്കവാറും. അത് ബ്രൂട്ടലായിട്ടൊക്കെ ചെയ്യുന്നത്. സോ ഇവർക്ക് എന്താണ് തെറാപ്പി കൊടുത്തവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാം എന്നൊക്കെയുള്ള ഒരു വലിയ കടമ്പയാണ് നമ്മുടെ ഫോറൻസിക് സൈക്കോതെറാപ്പിസ്റ്റ് ഉള്ളത്. മറ്റ് സൈക്കോളജിസ്റ്റുകളെ വെച്ച് നോക്കുമ്പോൾ ഫോറൻസിക് സൈക്കോളജിസ്റ്റ് ലീഗൽ സിസ്റ്റവുമായിട്ട് കണക്റ്റഡ് ആണ്. അതായത് ഇവരെ ലീഗൽ സിസ്റ്റത്തിനെയാണ് ബോധിപ്പിക്കേണ്ടി വരിക എല്ലാ റിപ്പോർട്ട്സും. ഇപ്പം ഫോറൻസിക് സൈക്യാട്രിസ്റ്റ് ആയിട്ടുള്ള പേര് ഡാനിയൽ നെങ്ങാനിയാണ്. അദ്ദേഹത്തിന്റെ എന്താ പറയുക റിപ്പോർട്ട് പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, അലീസിയെ ജയിലിൽ അടയ്ക്കാതെ മാനസിക രോഗാശുപത്രിയിലേക്ക് അടയ്ക്കുന്നത്. അപ്പോഴും കുറെ ആൾക്കാർ പറഞ്ഞു എന്നാ പറയുന്നത്, നമ്മള് ഫേക്ക് ചെയ്യാണ്, കുറച്ച് കഴിഞ്ഞ് അവള് സംസാരിച്ചു തുടങ്ങും, കുറച്ച് കഴിഞ്ഞ് അവൾക്ക് ജയിലിൽ നിന്ന് ഇറങ്ങാന്ന്. പക്ഷെ മാസങ്ങളും വർഷങ്ങളും എടുത്തിട്ട് അലീസിയ സംസാരിച്ചിട്ടില്ല. അലീസിയ സൂയിസൈഡൽ ടെൻഡൻസി കാണിച്ചിട്ടുണ്ട്, പക്ഷെ അലീസിയ സംസാരിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്തരത്തില് ഒരു ഫോറൻസിക് സൈക്കോളജിസ്റ്റ് ആണ് അല്ലെങ്കിൽ ഫോറൻസിക് സൈക്യാട്രിസ്റ്റ് ആണ് റിപ്പോർട്ട് കൊടുക്കുക, ഇയാള്
കൾപ്രിട്ടാണ്, പക്ഷെ അതേസമയം ഇയാള് മാനസിക രോഗി. അതായത് ജയിലിൽ വെക്കണോ അല്ലെങ്കിൽ ഫോറൻസിക് വാർഡിൽ, കുതിരവട്ടത്തൊക്കെ ഉണ്ട് ഫോറൻസിക് വാർഡ്, സ്ത്രീകളുടെ ഫോറൻസിക് വാർഡും ഉണ്ട്, പുരുഷന്മാരുടെ ഫോറൻസിക് വാർഡും ഉണ്ട്. അതായത് മാനസിക രോഗിയായിട്ട് ക്രിമിനൽ ആക്ടിവിറ്റിയിൽ ഏർപ്പെട്ടവരെ സാധാ സെല്ലിലെല്ലാം അടയ്ക്കുക, ഫോറൻസിക് സെല്ലിലാണ്. ഫോറൻസിക് സെല്ലിലേക്ക് നമുക്കൊന്നും ഇന്റേൺസിനോ അല്ലെങ്കിൽ വേറെ ആർക്കും അങ്ങനെ പ്രവേശനമൊന്നുമില്ല. ഡോക്ടേഴ്സിനും ചില ആളുകൾക്ക് മാത്രം അതിനുള്ളിൽ പ്രവേശനമുള്ളൂ. 24 hours അവിടെ പോലീസുകാരുടെ കാവലും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുതിരവട്ടത്തും കണ്ടോ, സ്ത്രീകളുടേത് വേറെ ഉണ്ട്, പുരുഷന്മാരുടേത് വേറെയും ഉണ്ട്. അപ്പൊ ക്രൈമുമായിട്ട് അല്ലെങ്കിൽ ലീഗൽ സിസ്റ്റവുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള സൈക്കോളജിയുടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മേഖലയാണ് എന്ത്, ഫോറൻസിക് സൈക്കോളജി. നമ്മുടെ നാട്ടിൽ അത്ര അങ്ങോട്ട് പോപ്പുലർ ആയിട്ട് വരുന്നേ ഉള്ളൂ. കുറച്ച് സിനിമകളൊക്കെ ഇറങ്ങിയപ്പോൾ കുറച്ചുകൂടി പോപ്പുലർ ആയിട്ട് വരുന്നുണ്ട്, പക്ഷെ അത്ര അങ്ങോട്ട് പോപ്പുലറും അല്ല. ഇനി ഫോറൻസിക് സൈക്കോളജി ഫോറൻസിക് സയൻസും എപ്പോഴും ആളുകൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന മേഖലയാണ്. ഫോറൻസിക് സയൻസ് എന്ന് പറഞ്ഞാൽ അത് സയന്റിഫിക് ആയിട്ടൊരു ക്രൈം തെളിയിക്കുകയാണ്. അതായത് സയൻസ് യൂസ് ചെയ്തിട്ട് ഇപ്പം ഒരു ബ്ലഡ് സ്റ്റെയിന് ഒരു നിലത്തൊരു ബ്ലഡ് സ്റ്റെയിൻ വീണിട്ടുണ്ട്, അത് എത്ര ക്ലീൻ ചെയ്താലും വർഷങ്ങൾ കഴിഞ്ഞാലും അവിടെ ഒരു ബ്ലഡ് സ്റ്റെയിൻ ഉണ്ടായിട്ടുണ്ടോന്ന് സയൻസിന് തെളിയിക്കാൻ പറ്റും. ഇങ്ങനെ തെളിയിക്കുന്ന വിഭാഗമാണ് എന്താ, ഫോറൻസിക് സയൻസ്. അതായത് സയന്റിഫിക് മെത്തേഡ് ഉപയോഗിച്ചിട്ട് സയന്റിഫിക്കലി പ്രൂവൺ. കാരണം നമുക്ക് പിന്നെ ഐ വിറ്റ്നസ്സോ അല്ലെങ്കിൽ മതിയായ വേറെ തെളിവോ ഇല്ലാത്ത പക്ഷം ഫോറൻസിക് തെളിവിന് സയന്റിഫിക് തെളിവിന് ഭയങ്കരമായിട്ടും എന്തുണ്ട്, പ്രാധാന്യം ഉണ്ട്. എനിക്ക് ഏതാ ഒരു സിനിമ എന്നറിയില്ല, ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ടിട്ടുള്ള സിനിമയാണ്, പൃഥ്വിരാജിന്റെ ഒരു സിനിമയാണ്. പൃഥ്വിരാജിന്റെ ഒരു സിനിമയിൽ എന്താ പറയുക, തലയോട്ടി, എത്രയോ വർഷം പഴക്കമുള്ള ഒരു തലയോട്ടി പുഴയിൽ നിന്ന് കിട്ടുന്നതാണ്. അങ്ങനെ ഫോറൻസിക് സയൻസിൽ എന്താ പറയാ, ക്രിമിനൽ പ്രൊഫൈലിങ്ങിലല്ല, എന്തോ ഒരു പേരുണ്ട്, എനിക്ക് ഓർമ്മയില്ല. ആ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഈ സ്കള്ള് ആരതാണെന്ന് തിരിച്ചറിയിക്കുകയാണ്. അതായത് ഈ സ്കള്ളിന്റെ ഉടമയെ കണ്ടെത്തുകയാണ്. അങ്ങനെ സയൻസ് ഉപയോഗിച്ചിട്ട് എന്താണ് പ്രൂഫ് അല്ലെങ്കിൽ എന്താ പറയാ തെളിവുകൾ ഉണ്ടാക്കുക. അല്ലെങ്കിൽ സയൻസ് ഉപയോഗിച്ചില്ലേ നമുക്ക് DNA ടെസ്റ്റും അതുപോലെ തന്നെ ഈ പല്ല് ബൈറ്റ് ഉണ്ടെങ്കിൽ അല്ലെ, ബൈറ്റ് മാർക്ക് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ആളെ ഐഡന്റിഫൈ ചെയ്യുക, മുടിയുടെ സ്ട്രാൻഡ്സ് എടുക്കുകയാണെങ്കിൽ ആളെ ഐഡന്റിഫൈ ചെയ്യുക. അങ്ങനെ പല രീതിയിലുള്ള സയന്റിഫിക് ആയിട്ടുള്ള മെത്തേഡ് ഉപയോഗിച്ചിട്ട് ക്രൈം പ്രൂവ് ചെയ്യുന്നതാണ് ഫോറൻസിക് സയൻസ്. അല്ലെങ്കിൽ ക്രൈമുമായിട്ട് ബന്ധപ്പെട്ടുള്ള സൈക്കോളജിക്കൽ എലമെന്റ്സ് നോക്കുന്നതാണ് ഫോറൻസിക് സൈക്കോളജി. രണ്ട് സ്ട്രീമാണ്. ഫോറൻസിക് സയൻസ് എന്ന് പറയുന്നത് ഫിസിക്സും കെമിസ്ട്രിയും ബയോളജി ഒക്കെ ഉൾപ്പെട്ടിട്ടുള്ളതാണ്. കോൾഡ് കേസ് എന്ന മൂവിയാണ്. കോൾഡ് കേസ് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫോറൻസിക് സയൻസ് നന്നായിട്ട് മനസ്സിലാവുന്നതാണ്. കോൾഡ് കേസ് പൃഥ്വിരാജിന്റെ ഒരു മൂവിയാണ്, നല്ല മൂവിയാണ് ഫോറൻസിക് സയൻസ് എന്നത്. അതുപോലെ തന്നെ നമ്മുടെ പോലീസ് സർജൻ ഉമാദത്തിന്റെ ഒരു പോലീസ് സർജന്റെ ഓർമ്മക്കുറിപ്പുകൾ എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതിലും ഫോറൻസിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഹി വാസ് എ വെരി ഇന്റലിജന്റ് ഫോറൻസിക് സർജൻ. അദ്ദേഹം തെളിയിച്ച കുറെ കേസും അതിൽ ഉൾപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആ പുസ്തകവും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ക്ലാസ്സിലെ ഫോറൻസിക്കിന്റെ ക്ലാസ്സിൽ നമ്മൾ അതും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ക്രിമിനൽ പ്രൊഫൈലിംഗ് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ആ ഒരു പുസ്തകത്തിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഫോറൻസിക് സൈക്കോളജി ആൻഡ് ഫോറൻസിക് സയൻസ്. ഈ പുസ്തകം എവിടെ കിട്ടാന്നൊന്നും എനിക്കറിയില്ല. ഞാൻ തന്നെ ഒരു എന്താ പറയുക ഓൾഡ് ബുക്സ് മേടിക്കുന്ന ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ്. ഇറ്റ്സ് വെരി ഗുഡ്, സിമ്പിൾ ഇംഗ്ലീഷ് ഒക്കെയാണ്, വലിയ കടുകട്ടി ഇംഗ്ലീഷും കാര്യങ്ങളൊന്നും അല്ല, ബട്ട് വെരി ഇൻട്രസ്റ്റിംഗ് ആണ്. വായിച്ചു തീർന്നിട്ടില്ല, ഞാനൊരു 70 പേജസ് മാത്രമേ വായിച്ചിട്ടുള്ളൂ. ഇപ്പൊ എന്റെ സന്തത സഹചാരിയായിട്ട് മാറിയിട്ടുണ്ട്. ഫോറൻസിക് സൈക്കോളജിയിൽ ഉടനീളം ഈ ഒരു സബ്ജക്ട് എടുത്തുടനീളം ഈ ഒരു പുസ്തകം എന്നെ ഹെൽപ്പ് ചെയ്യുമെന്നുള്ള പൂർണ്ണ വിശ്വാസവും എനിക്കുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ഫോറൻസിക് സൈക്കോളജി. അപ്പൊ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഇൻട്രൊഡക്ഷൻ ടു ഫോറൻസിക് സൈക്കോളജി. നോക്കിക്കേ, forensic psychology often brings to mind crime-related TV shows and movies where character analyze crimes and criminals from a psychological perspective. നമ്മള് അഞ്ചാപാത്ര പോലെയുള്ള സിനിമയിലും അങ്ങനെയൊക്കെയുള്ള സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഫോറൻസിക് സൈക്കോളജി എന്ത് ചെയ്യുന്നുണ്ട്, ക്രൈം റിലേറ്റഡ് ആയിട്ട് അത് ക്രിമിനൽസിന്റെയും അതുപോലെ തന്നെ ക്രൈമിന്റെ ഒക്കെ സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവ് കൊണ്ടുവരുന്നുണ്ട്. However, in reality, it is more scientific and in-depth field than typical deficit. നമ്മൾ ടിപ്പിക്കലി വിചാരിക്കുന്നതിലും കൂടുതൽ സയന്റിഫിക് ആണ്, ഇൻ ഡെപ്ത് ആയിട്ടുള്ള ഒരു ഫീൽഡാണ്.
നോക്കിക്കേ, ഈ ഒരു പോയിന്റ് നമ്മൾ പഠിക്കന്നെ വേണം. ഫോറൻസിക് സൈക്കോളജി is a branch of psychology that involves the systematic and scientific study of human behavior in the context of law and crime. ലോ ആൻഡ് ക്രൈമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹ്യൂമൻ ബിഹേവിയറിനെ സിസ്റ്റമാറ്റിക് ആയിട്ടും സയന്റിഫിക് ആയിട്ടും പഠിക്കുന്ന സൈക്കോളജിയുടെ ബ്രാഞ്ചാണ് ഫോറൻസിക് സൈക്കോളജി. അതായത് ക്രൈമും ക്രിമിനൽ ബിഹേവിയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബിഹേവിയറിനെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് സയന്റിഫിക് ആയിട്ട് പഠിക്കുന്നതാണ് ഫോറൻസിക് സൈക്കോളജി. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? അതായത് ഫോറൻസിക് സൈക്കോളജി എന്ന് പറയുന്നത് സൈക്കോളജിയുടെ ഒരു ബ്രാഞ്ച് ആണ്. അവിടെ ക്രൈമും ക്രിമിനൽ അല്ലെങ്കിൽ ലോയുമായിട്ട് ബന്ധപ്പെട്ട ഹ്യൂമൻ ബിഹേവിയറിന്, അതായത് ഒരാൾ എന്തുകൊണ്ട് ഇയാളെ കൊന്നു, ബ്രൂട്ടലായിട്ട് കൊന്നു. ഈ ഒരു പുസ്തകത്തിന്റെ ഒരു ആമുഖം പോലെ, പാർട്ട് 1 ഒരു ആമുഖം പോലെ ഇവിടെ ഒരു ലൈൻസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ വായിച്ചുതരാം. He that has eyes to see and ears to hear may convince himself that no mortal can keep a secret. ഒരു ഡെഡ് ബോഡിക്കും സീക്രട്ട്, അല്ലെങ്കിൽ മരിച്ച ഒരാൾക്ക് സീക്രട്ട് കീപ്പ് ചെയ്യാൻ പറ്റില്ല. ഇഫ് ഹിസ് ലിപ്സ് ആർ സൈലന്റ്, അയാളുടെ ചുണ്ടുകൾ നിശബ്ദമാണെങ്കിലും, he chatters with his fingertips, betrayal oozes out of his at every pore. ഓരോ എന്താ പറയാ തുളകളിലൂടെയും അല്ലെങ്കിൽ ഓരോ ഒരു പോറുകളിലൂടെയും അവ വിളിച്ചു പറയും സത്യങ്ങൾ എന്നാണ് നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡ് സൈക്കോ അനാലിസിസിന്റെ ഇൻട്രൊഡക്ടറി ലെക്ചർ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അതായത് മരണപ്പെട്ടാൽ പോലും സത്യങ്ങൾ വിളിച്ചു പറയാൻ വേണ്ടി പറ്റും. അതായത് എന്താ പറയാ, അയാളുടെ പശ്ചാത്തലവും അയാളുടെ ടിപ്സ് പോലും ഉത്തരങ്ങൾ നമുക്ക് കണ്ടെത്തി തരുമെന്നാണ് ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറയുന്നത്. അതായത് ഒരു ക്രൈമിൽ ഉൾപ്പെട്ടിട്ടുള്ള മനുഷ്യന്റെ ബിഹേവിയർ, ഒരു ക്രൈമുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ ഒരു ലീഗൽ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മനുഷ്യന്റെ ബിഹേവിയറിനെ സിസ്റ്റമാറ്റിക് ആൻഡ് സയന്റിഫിക് ആയിട്ട് പഠിക്കുന്ന സൈക്കോളജിയുടെ വിഭാഗമാണ് ഇത് ഫോറൻസിക് സൈക്കോളജി എന്ന് പറയും. ഓക്കെ ആണോ? അതിലെ ഈ സീരിയൽ കില്ലേഴ്സിന്റെ ക്രിമിനൽ പ്രൊഫൈലിങ്, അവരെങ്ങനെ അങ്ങനായി, അല്ലെങ്കിൽ പിന്നെ ഈ പറയുന്ന പോലെ തന്നെ സൈക്കോ കില്ലേഴ്സ് ഒക്കെ ഉണ്ട്, ബ്രൂട്ടലി കില്ല് ചെയ്യുന്നവര്, അവരുടെ മാനസികാവസ്ഥ, ഇതൊക്കെ സിസ്റ്റമാറ്റിക് ആൻഡ് സയന്റിഫിക് ആയിട്ട് പഠിക്കുന്നുണ്ട് ഫോറൻസിക് സൈക്കോളജി. നോക്കിക്കേ, നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ഫോറൻസിക് സൈക്കോളജി. നമ്മുടെ നാട്ടിലെ പോലെയല്ല, പുറത്തൊക്കെ ഫോറൻസിക് സൈക്കോളജിക്ക് ഭയങ്കര സ്റ്റേറ്റസ് ഒക്കെയാണ് കേട്ടോ. നോക്കിക്കേ, ഫോറൻസിക് സൈക്കോളജി ഒറിജിനേറ്റഡ് ഫ്രം ലാറ്റിൻ വേർഡ് ഫോറൻസിസ്. കേട്ടോ, ഫോറൻസിസ് എന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഫോറൻസിക് സൈക്കോളജി എന്ന വാക്ക് ഒറിജിനേറ്റ് ചെയ്തത്. മീനിങ് ഇസ് ദ ഫോറം. It is the application of psychological principle to the legal system, distinct from forensic science, which applies chemical and biological science to law enforcement and national security. കേട്ടോ, ഇവിടെ ഒരു ക്രൈമിൽ ഉൾപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ലീഗൽ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടുള്ള സൈക്കോളജിക്കൽ പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്യാൻ. നേരെ മറിച്ച് ഫോറൻസിക് സയൻസ് എന്താ ചെയ്യുന്നത്? കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ സയൻസിനെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ നാഷണൽ സെക്യൂരിറ്റിയും ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് വരും. ഫോറൻസിക് സയൻസ് എന്ന് പറയുന്നത് സയന്റിഫിക് ആയിട്ടുള്ള തെളിവുകൾ. ഇവിടെ ഫോറൻസിക് സൈക്കോളജി എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണ് കൊണ്ടുവരുന്നത്. ഫോറൻസിക് സൈക്കോളജി ആണെങ്കിൽ ഫോറൻസിക് സയൻസിൽ കെമിസ്ട്രിയും ബയോളജിയുമാണ് വരുന്നത്. Forensic psychologists focus on the psychological aspect of human behavior with the legal context encompassing both the criminal and civil justice system, including police, courts, and prisons. Kando, forensic psychologists focus on the psychological aspect of human behavior. അതായത് ഒരു ലീഗൽ കോണ്ടെക്സ്റ്റിൽ വരുന്ന അല്ലെങ്കിൽ ക്രിമിനൽ ആയിക്കോട്ടെ സിവിൽ ജസ്റ്റിസ് സിസ്റ്റത്തിലായിക്കോട്ടെ വരുന്ന, സിവിൽ ജസ്റ്റിസ് സിസ്റ്റം എന്ന് പറയുന്നത് അറിയോ, ഇപ്പം എന്താണ്, ഡിവോഴ്സ് ആവാണ്, കുട്ടിയുടെ കസ്റ്റഡി. നമ്മുടെയൊക്കെ നാട്ടിൽ ഇത് ഇല്ല, കുട്ടി ഉണ്ട്, പക്ഷെ അത്രയും പ്രൊമിനന്റ് അല്ല. പുറത്തൊക്കെ ആണെങ്കിൽ സിവിൽ ജസ്റ്റിസ് സിസ്റ്റം നോക്കും, ഈ അമ്മയുടെ കൂടെ വിടാൻ പറ്റുമോ, അമ്മയുടെ കൂടെ വിട്ടാൽ കുട്ടിയുടെ മാനസികാരോഗ്യം എങ്ങനെയായിരിക്കും, അച്ഛന്റെ കൂടെ വിട്ടാൽ എന്തായിരിക്കും, ഇതൊക്കെ ഫോറൻസിക് സൈക്കോളജിസ്റ്റ് ആണ് റിപ്പോർട്ട് കൊടുക്കുക, അമ്മയുടെ കൂടെ വിടണം, അച്ഛന്റെ കൂടെ വിടണോ എന്നൊക്കെയുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ക്രിമിനൽ, അതായത് ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളവരുടെ ബിഹേവിയർ ആൻഡ് എന്താ പറയാ മെന്റൽ ഹെൽത്ത്, ഇതും നോക്കുന്നത് ഫോറൻസിക് സൈക്കോളജിസ്റ്റ് ആണ്. അവിടെ ജസ്റ്റിസ്
ജസ്റ്റിസ് സിസ്റ്റത്തിനോട് മാത്രമല്ല വർക്ക് ചെയ്യുന്നത്, പോലീസിനോടും കോർട്ടിനോടും പ്രിസൺസിലും ഒക്കെ ആരുടെ സാന്നിധ്യം നിങ്ങൾക്ക് കാണാം? ഫോറൻസിക് സൈക്കോളജിസ്റ്റിന്റെ സാന്നിധ്യം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. Walker and Shapiro define forensic psychology as the integration of psychology and law. കണ്ടോ, ലോയെയും സൈക്കോളജിയും ഇന്റഗ്രേറ്റ് ചെയ്യുന്നതാണ് ഫോറൻസിക് സൈക്കോളജി എന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്? വാൾക്കർ ആൻഡ് ഷാപ്പിറോ. Combining the empirical study of human behavior with the study of social rules and legal system. മനുഷ്യന്റെ ബിഹേവിയറും ലീഗൽ സിസ്റ്റവും കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള ഒരു സൈക്കോളജിക്കൽ പഠനമാണ് ശരിക്കും ഫോറൻസിക് സൈക്കോളജിയിൽ നടക്കുന്നത്. According to APA, specialty guidelines for forensic psychology, it involves applying psychological knowledge from various subdisciplines to assess legal, contractual, and administrative matters. കണ്ടോ, ഇവിടെ APA പറയുന്നത്, അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ പറയുന്നത് ഫോറൻസിക്കൽ സൈക്കോളജി എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ പ്രിൻസിപ്പിൾസ് മറ്റ് പ്രിൻസിപ്പിൾസും കൂടെ കൂട്ടിച്ചേർത്തിട്ട്, അതായത് ക്ലിനിക്കൽ സൈക്കോളജിയും കൗൺസിലിംഗ് സൈക്കോളജിയും എല്ലാം കൂടെ കൂട്ടിച്ചേർത്തിട്ട് നമ്മൾ ലീഗൽ സിസ്റ്റത്തെയും കോൺട്രാക്ച്വൽ സിസ്റ്റത്തെയും അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലേക്കാണ് വരുന്നത്. Forensic psychology bridges psychology and criminal justice system, requiring knowledge of criminal law to interact effectively with judges, attorneys, and legal professions. കണ്ടോ, അറ്റർണീസ് തന്ന കുറ്റവാളികൾ കേട്ടോ. അതായത് നമ്മൾ ഫോറൻസിക് സൈക്കോളജി എന്നൊരു ബ്രിഡ്ജാണ്. സൈക്കോളജിയും ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റവും രണ്ടും കൂടി ചേർത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ജഡ്ജിനോട് ഇന്ററാക്ട് ചെയ്യുന്നത്, ആറ്റർണോണിനോട് ഇന്ററാക്ട് ചെയ്യുന്നത്, ലീഗൽ പ്രൊഫഷണൽസിനോട് അതായത് വെറും സൈക്കോളജിക്കൽ നോളജ് ഉപയോഗിച്ചിട്ട് മാത്രം നമുക്ക് ഫോറൻസിക്കിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യയുടെ നീതി ന്യായ വ്യവസ്ഥയും അതിന്റെ ശിക്ഷാരീതികളും അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കണം. അതിനോടൊപ്പം സൈക്കോളജിക്കൽ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസും വേണം. ഇത് രണ്ടും കൂടെ ചേർത്ത് വെച്ചിട്ടുള്ള ഒരു മേഖലയാണ് ഫോറൻസിക് സൈക്കോളജി എന്ന് പറയുന്നത്. An essential role is testifying in court, translating psychological finding into understandable legal language and understanding judicial philosophy, rules and standards to be credible witness. കണ്ടോ, ഇവിടെ ഒരു സൈക്കോളജിസ്റ്റിന്റെ റോൾ എന്ന് പറയുന്നത്, ഫോറൻസിക് സൈക്കോളജിസ്റ്റിന്റെ റോൾ എന്ന് പറയുന്നത് ടെസ്റ്റിഫൈങ് ഇൻ കോർട്ട്, കോർട്ടിൽ ടെസ്റ്റിഫൈങ് നേരിടുക. അതായത് ആ ആളെ ചിലപ്പോൾ നമ്മൾ പേഴ്സണാലിറ്റി ടെസ്റ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അവരുടെ ഡിപ്രഷൻ ടെസ്റ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ ടെസ്റ്റിഫൈങ് ചെയ്യുന്നുണ്ട്. ട്രാൻസ്ലേറ്റിംഗ് സൈക്കോളജിക്കൽ ഫൈൻഡിങ്സ് ടു അണ്ടർസ്റ്റാൻഡബിൾ ലീഗൽ ലാംഗ്വേജ്. നമ്മൾ സൈക്കോളജിക്കലായിട്ട് ഫൈൻഡ് ചെയ്തിട്ടുണ്ടാവും അവരുടെ കുട്ടിക്കാലവും അവരെങ്ങനെ. ഇപ്പം നിങ്ങൾ രാക്ഷസൻ സിനിമ കണ്ടിട്ടില്ലേ? രാക്ഷസൻ സിനിമ, അതില് ആ ഒരു എന്താ പറയാ, ചെറുപ്പത്തിൽ ആ കുട്ടി നേരിട്ടിട്ടുള്ള ബുള്ളിങ്, ഇമ്പോർട്ടന്റ് ആണെന്നുള്ള ബുള്ളിങ് കാരണവും അവൻ സമൂഹത്തിൽ നേരിട്ടുള്ള ആ വളരെയധികം ബുള്ളിങ് കാരണമാണ് എന്തായിട്ട് മാറിയിട്ടുള്ളത്? അയാള് കോൾഡ് ആയിട്ട് മാറിയിട്ടുള്ളതും ഇത്രയും ബ്രൂട്ടലായിട്ട് സ്ത്രീകളെ കൊല്ലുന്ന രീതിയിലേക്ക് മാറിയിട്ടുള്ളത്. രാക്ഷസൻ സിനിമ കണ്ടിട്ടില്ല നിങ്ങള്? കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട് മാം. അതിലൊക്കെ കണ്ടിട്ടില്ലേ? അതാണ് നമ്മൾ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഫൈൻഡിങ്സ് നമ്മൾ എന്താക്കാണ്, അണ്ടർസ്റ്റാൻഡബിൾ ലീഗൽ ലാംഗ്വേജ് ആക്കിയിട്ട് കോർട്ടിൽ പ്രസന്റ് ചെയ്യും. അതുപോലെ തന്നെ ജുഡീഷ്യൽ ഫിലോസഫി മനസ്സിലാക്കുക, റൂൾസ് മനസ്സിലാക്കുക, അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ്സ് ടു ബി എ ക്രെഡിബിൾ വിറ്റ്നസ്. ഒരു ക്രെഡിബിൾ വിറ്റ്നസ് ആവുമ്പോഴുള്ള സ്റ്റാൻഡേർഡ്സ്, നമ്മൾ ഐ വിറ്റ്നസിന് ക്രെഡിബിൾ ആണെങ്കിൽ കുറച്ച് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അതായത് എല്ലാ സാക്ഷികളെയും നമ്മൾ സ്വീകരിക്കില്ല. ഒരു സാക്ഷിയെ സ്വീകരിക്കണമെങ്കിൽ അയാൾക്ക് വേണ്ട സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളുണ്ട്. ഈ സാക്ഷികളെയും നമ്മൾ സൈക്കോളജിക്കലി പഠിക്കും കേട്ടോ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഫോറൻസിക് സൈക്കോളജിയിൽ വരുന്നത്. നോക്കിയേ, കോർട്ട് ആസ്ക് ഫോറൻസിക് സൈക്കോളജിസ്റ്റ് ലീഗൽ ക്വസ്റ്റ്യൻ rather than psychological ones, such as assessing a defendant's competency to stand trial or their state of mind at the time of the offense. കോടതി ചോദിക്കുക എന്താണെന്നറിയോ? സൈക്കോളജി സാധനമല്ല, ലീഗൽ ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഇയാൾക്ക് വിചാരണ നേരിടാനുള്ള ഒരു കോമ്പിറ്റൻസി ഉണ്ടോ, ഇയാൾ വിചാരണ നേരിടാൻ പ്രാപ്തനാണോ എന്ന്. ഇപ്പം എന്താ പറയാ, മാനസികമായിട്ട് തളർന്നിരിക്കുന്ന ആളുകൾ, ഇപ്പം ഞാൻ കുതിരവട്ടത്ത് ഇന്റേൺഷിപ്പ് ചെയ്യുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, അവിടെ നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു ഒരു അമ്മേനെ. അതായത് പുള്ളിക്കാരി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചതാണ്. ഇപ്പൊ മക്കളെയും കൂട്ടി ഇപ്പോ കിടത്തി ചാടിയതാണ്. മക്കൾ രണ്ടുപേരും മരിച്ചുപോയി, പുള്ളിക്കാരി രക്ഷപ്പെട്ടു. ഡിപ്രഷൻ പേഷ്യന്റ് ആയിരുന്നു. അങ്ങനെ എന്തായാലും പുള്ളിക്കാരി കൊലപാതകയായല്ലോ, സ്വന്തം മക്കളെ കൊന്നു എന്നുള്ള കേസിൽ പിന്നെ ട്രയൽ നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ പറഞ്ഞ പോലെ തന്നെ പുള്ളിക്കാരി ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തു. അപ്പോ എന്റെ സൈക്കോളജിസ്റ്റിനോട് പറഞ്ഞത്, ഈ ഒരു ട്രീറ്റ്മെന്റ് എനിക്ക് മുന്നേ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ചിലപ്പം എന്റെ മക്കളെ നഷ്ടപ്പെടുത്തില്ലായിരുന്നു എന്നാണ്. അപ്പൊ ആ ഒരു പാകത്തിലെത്തിയാലേ അവിടെ എന്ത് നടക്കുള്ളൂ,
ട്രയൽ നടക്കുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ പറയും ഇയാള് സൂയിസൈഡൽ ടെൻഡൻസി കാണിക്കുന്നുണ്ടല്ലേ, ഇയാള് ഭയങ്കരമായിട്ടും എന്താ പറയാ മാനസികമായിട്ട് തകർന്നിരിക്കുകയാണ്, അതുകൊണ്ട് ഇയാള് ട്രയൽ നേരിടാൻ പറ്റാത്ത ഒരു കണ്ടീഷനാണ്. ഇങ്ങനത്തെ കാര്യങ്ങളാണ് ആര് ചോദിക്കുക? നമ്മുടെ കോർട്ട് ചോദിക്കുക. എന്തൊക്കെയാ ചോദിക്കുക? ഇയാള് പിന്നെ ട്രയൽ നേരിടാൻ പ്രാപ്തനാണോ, അതുപോലെ തന്നെ എന്തായിരുന്നു ഇയാൾക്ക് ഒഫൻസ് ചെയ്യുന്ന സമയത്തുള്ള മെന്റൽ സ്റ്റേറ്റ്, അതായത് കരുതിക്കൂട്ടി ചെയ്താണോ, അറിഞ്ഞുകൊണ്ട് ചെയ്താണോ, പ്ലാൻഡ് ആണോ, എങ്ങനെ ഇതിലേക്ക് ഇവരെത്തി, ഇങ്ങനെയുള്ള മാനസിക ആരോഗ്യമായിട്ട് അല്ലെങ്കിൽ മാനസികപരമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കോർട്ട് നമ്മളോട് ചോദിക്കുക. അതായത് ഒരു ഫോറൻസിക് സൈക്കോളജിസ്റ്റിനോട് നോക്കിയേ, അതായത് ഇയാള് വിചാരണ നേരിടാൻ ഇപ്പോ പ്രാപ്തനാണോ, അതുപോലെ തന്നെ ഒഫൻസ് അതായത് ക്രൈം ചെയ്യുന്ന സമയത്ത് ഇയാളുടെ മൈൻഡ് സ്റ്റേറ്റ് എന്തായിരുന്നു, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് കോർട്ട് നമ്മളോട് ചോദിക്കുന്നത്. അബദ്ധത്തിൽ ചെയ്താണോ, കരുതിക്കൂട്ടി ചെയ്താണോ, പ്രീ പ്ലാൻഡ് ആണോ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. Forensic psychologists provide sentencing and treatment recommendations and other information judges request, and they also train and evaluate law enforcement personnel and assist with the jury selection. കണ്ടോ, ഫോറൻസിക് സൈക്കോളജിസ്റ്റ് തടവിന്റെ കാര്യത്തിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതുപോലെ അതായത് ജയിലിലേക്ക് വിടണോ, ഞാൻ പറഞ്ഞേ ഡാനിയല് പറഞ്ഞിട്ടാണ് ജയിലിലേക്കല്ല മെന്റൽ ഹോസ്പിറ്റലിലേക്കാണ് ആളെ വിട്ടത്. അതുപോലെ തന്നെ ട്രീറ്റ്മെന്റ് റെക്കമെൻഡേഷൻ, എന്ത് ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കേണ്ടത്, മെഡിക്കേഷൻസ് കൊടുക്കണോ, തെറാപ്പി കൊടുക്കണോ, അതുപോലെ തന്നെ ലോ എൻഫോഴ്സ്മെന്റ് പേഴ്സണൽസിനെ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട് ഇവര്. എന്താണ് ലോ എൻഫോഴ്സ്മെന്റ് ആപ്റ്റ് ആണ്, അതായത് ഈ പോലീസുകാരൊക്കെ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. ജൂറി സെലക്ഷന് ഭാഗമാവാറുണ്ട്. ഇതൊക്കെയും ഭാഗമാവാറുണ്ട് ഫോറൻസിക് സൈക്കോളജിസ്റ്റ്. Forensic psychology applies a various contexts including treated mentally ill offenders. കണ്ടോ, മാനസിക രോഗികളായിട്ടുള്ള ഒഫൻഡേഴ്സ്, കുറ്റവാളികളെ, അതിലൊരാളാണ് നമ്മുടെ ഈ പുസ്തകത്തിലെ അലീസിയ. കുറ്റവാളിയാണോ എന്നുള്ളത് എനിക്ക് പുസ്തകം വായിച്ചാലേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഈ ക്രൈമിൽ ഉൾപ്പെട്ടിട്ടുള്ള എന്താ പറയാ ആളുകൾക്ക് എന്ത് കൊടുക്കുന്നുണ്ട്, ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട്. കൺസൾട്ടിങ് ഓൺ ജൂറി സെലക്ഷൻ, ജൂറി സെലക്ഷനിൽ കൺസൾട്ടിങ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു ജൂറിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാനലില് ഫോറൻസിക് സൈക്കോളജിസ്റ്റ് ഉണ്ടാവും. അനലൈസിങ് ക്രിമിനൽ ബിഹേവിയർ അനലൈസ് ചെയ്യുന്നുണ്ട്. കോൺട്രിബ്യൂട്ടിംഗ് ടു പബ്ലിക് പോളിസി ലൈക്ക് ഡിസൈനിങ് കറക്ഷണൽ ഫെസിലിറ്റീസ് ആൻഡ് പ്രിസൺസ്. അതുപോലെ തന്നെ പബ്ലിക് പോളിസി ഉണ്ടാക്കാനൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതായത് ജുവനൈൽ ഹോമിൽ എങ്ങനെയൊക്കെയാണ് ട്രീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു കറക്ഷണൽ ഫെസിലിറ്റി. നമ്മുടെ വിചാരം എന്താണ്, ജയിലിൽ പോവുക, അതായത് തൂക്കിക്കൊല്ലുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ജയിലിൽ പോകുന്നത് അത്ര വലിയ ശിക്ഷയൊന്നും അല്ല. ഒരു ദിവസം നിങ്ങൾ ജയിലിൽ താമസിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ജയിൽ തന്നെയാണ് ഏറ്റവും വലിയ ശിക്ഷ. അതായത് നമ്മൾ എല്ലാ സ്വാതന്ത്ര്യം വിട്ടിട്ട് ഒരു സെല്ലിനുള്ളിൽ നമ്മൾ അടക്കുകയാണ്. എനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ സൈക്കോളജി പറയുന്നത്, പിന്നെ സെന്റൻസ് ടു ഡെത്ത് ഭയങ്കര സുഖമാണ്. അതായത് വധശിക്ഷ ഭയങ്കര സുഖം, ഒറ്റയടിക്ക് തീരുമല്ലോ. ഈ ഡബിൾ ജീവപര്യന്തമൊക്കെ കിട്ടുന്നവരുടെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ. ശരിക്കും അതാണ്. അപ്പം എങ്ങനെയാണ് കറക്ഷണൽ ഫെസിലിറ്റി ഡിസൈൻ ചെയ്യേണ്ടത്, പ്രിസൺസ് എങ്ങനെ ഡിസൈൻ ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ ജുവനൈൽ ഹോംസിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരേണ്ടത്, ഇതൊക്കെയും ഈ ഒരു പോളിസി ഉണ്ടാക്കുന്നതിലും ഫോറൻസിക് സൈക്കോളജിസ്റ്റ് ഭാഗമായിരിക്കും. മിക്ക ജയിലുകളിലും ഫോറൻസിക് സൈക്കോളജിസ്റ്റ് ഉണ്ട്. The role of forensic psychologists is fundamentally about assisting the legal system by providing expert insight into human behavior from a psychological perspective. കണ്ടോ, നമ്മുടെ ഫോറൻസിക് സൈക്കോളജിസ്റ്റ് എന്താ ചെയ്യുന്നത്? ലീഗൽ സിസ്റ്റത്തിനെ ഹെൽപ്പ് ചെയ്യാണ്, അല്ലെങ്കിൽ ലീഗൽ സിസ്റ്റത്തിന് ആവശ്യമായിട്ടുള്ള എക്സ്പേർട്ട് ഇൻസൈറ്റ്, സൈക്കോളജിക്കൽ ഇൻസൈറ്റ് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതായത് ക്രൈമിൽ ഉൾപ്പെട്ടിട്ടുള്ള സൈക്കോളജിക്കൽ വശങ്ങൾ കണ്ടെത്തി കൊടുത്ത് കോടതിയെയും ലീഗൽ സിസ്റ്റത്തിനെയും ബോധിപ്പിക്കുക എന്നുള്ളതാണ് ഫോറൻസിക് സൈക്കോളജിസ്റ്റിന്റെ ഏറ്റവും വലിയ റോൾ എന്ന് പറയുന്നത്. Unlike traditional clinical psychologists, forensic psychologists do not empathize with the client but assess factual consistency across multiple sources, ensuring credible and reliable evaluation. നമുക്ക് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്ന് വെച്ചാൽ എംപതി ഉണ്ടാവും. ഈ എംപതി, ഒരൊറ്റ മിനിറ്റ്, ഈ എംപതി ആർക്കുണ്ടാവില്ല? ഫോറൻസിക് സൈക്കോളജിസ്റ്റ്. സെക്കൻഡ്, ലിങ്ക് ചോദിക്കുന്നുണ്ട് കേട്ടോ കുറെ പിള്ളേര്, ഇങ്ങനെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് എമ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആളുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുകയാണ് എന്നുള്ളതാണ്.
അതായത് ഈ ക്രൈം ചെയ്ത ആളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുക, അയാളായിട്ട് ചിന്തിക്കുക എന്നൊക്കെയുള്ളതാണ് എമ്പതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റെല്ലാ സൈക്കോളജി വിഭാഗത്തിലും എമ്പതി, കൗൺസിലിംഗിലൊക്കെ എമ്പതി നിർബന്ധമാണ്. പക്ഷേ ഫോറൻസിക് സൈക്കോളജിസ്റ്റ് എമ്പതി വേണ്ട. അതായത് ആ ക്ലയന്റിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ ആ പ്രതിയുടെ ഭാഗത്തു നിന്ന് ചിന്തിച്ചുകൊണ്ടുള്ള സാധനമല്ല ചെയ്യുന്നത്. അവിടെ എന്താ ചെയ്യുന്നത്? മൾട്ടിപ്പിൾ സോഴ്സിൽ നിന്ന് റിലയബിൾ ആയിട്ടുള്ള ഇവാലുവേഷൻ ആണ്. അതായത് ഇയാള് ഈ ക്രൈമിൽ ഉൾപ്പെട്ട ആളുകളുടെ വേണ്ടപ്പെട്ടവരോട് ചോദിക്കുക, കുട്ടിക്കാലം എങ്ങനെയായിരുന്നു, ഇയാൾ എന്തുകൊണ്ട് ഇങ്ങനെ ആയി, അങ്ങനെ മൾട്ടിപ്പിൾ സോഴ്സുകളിൽ നിന്ന് റിലയബിൾ ആയിട്ടുള്ള ഇവാലുവേഷൻ ആണ് ഫോറൻസിക് സൈക്കോളജിസ്റ്റ് നടത്തുക. ഒരു എമ്പതി ഒന്നുമില്ല. അതായത് അയാളുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചാൽ അയാൾ അയാൾ ഇന്ന കാരണമാണ്, അങ്ങനെയല്ല. മൾട്ടിപ്പിൾ സോഴ്സിൽ നിന്ന് ക്രെഡിബിൾ ആയിട്ടുള്ള റിലയബിൾ ആയിട്ടുള്ള ഇവാലുവേഷൻസ് നടത്തിയിട്ടാണ് ഇവർ കാര്യങ്ങളിലേക്ക് എത്തുന്നത്. Forensic evaluators must provide the source of their information and informant consent is not required for court order assessment. നോക്കിക്കേ, നമുക്ക് ശരിക്കും ഒരു സൈക്കോളജിസ്റ്റിന് കൺസെന്റ് ആവശ്യമാണ്. അതായത് ഇവർ പറയുന്ന കാര്യങ്ങള് പിന്നെ അല്ലെങ്കിൽ ഇവരെ ചോദ്യം ചെയ്യാന്, അല്ലെങ്കിൽ ഇവരോട് ചോദ്യം ചെയ്യാനായിട്ട് ഇവരോട് സംസാരിക്കാന്, ഇവർ പറയുന്ന കാര്യങ്ങൾ പുറത്തു പറയാൻ പാടില്ല, അങ്ങനത്തെ കുറെ നിയമങ്ങൾ ഒരു സൈക്കോളജിസ്റ്റ് എന്ന നിലയ്ക്ക് ഉണ്ട്. പക്ഷെ ഫോറൻസിക് സൈക്കോളജിസ്റ്റ് ഇതൊന്നും വേണ്ട. അവർക്ക് കോർട്ട് ഓർഡർ ഉണ്ടെങ്കിൽ കൺസെന്റ് വേണ്ട. അതുപോലെ തന്നെ അസസ്മെന്റ് നടത്തണമെങ്കിൽ ഒരു എന്താ പറയാ കോൺഫിഡൻഷ്യാലിറ്റി. സാധാരണ ഇപ്പൊ ഞാനൊരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആണ്, ഇവിടെ വന്ന ഒരു ക്ലയന്റ് അല്ലെങ്കിൽ പേഷ്യന്റ് പറയുന്ന ഒരു കാര്യവും നമുക്ക് പുറത്തു പറയാൻ പറ്റില്ല, മൂന്നാമതൊരാൾ അറിയാൻ പറ്റൂല. ആ പേഷ്യന്റ് സമ്മതിക്കുന്നവരെ മൂന്നാമതൊരാളോട് പറയാൻ നമുക്ക് റൈറ്റ് ഇല്ല. കോൺഫിഡൻഷ്യാലിറ്റി എനിക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റിയ 3 അവസരങ്ങളിലാണ്. ഒന്ന്, 18 വയസ്സിന് താഴെയായിട്ടുള്ള ഒരു കുട്ടി സെക്ഷലിയോ പിന്നെ ഫിസിക്കലിയോ ഒക്കെ അബ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് അത് വെളിയിൽ പറയാം. രണ്ടാമത്തത്, ഇയാള് ആത്മഹത്യ, എന്റെ പേഷ്യന്റ് പറയാൻ ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞാൽ അതെനിക്ക് കോൺഫിഡൻഷ്യാലിറ്റി ബ്രേക്ക് ചെയ്യാം. അല്ലാതെ മൂന്നാമത്, ഈ ഒരു വ്യക്തി വന്നിട്ട് എന്നോട് പറയാൻ ഇയാൾ ഒരാളെ കൊല്ലാൻ പോവാണ്, അല്ലെങ്കിൽ കൊന്നിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിലും എനിക്ക് കോൺഫിഡൻഷ്യാലിറ്റി ബ്രേക്ക് ചെയ്യാം. ഈ 3 കാര്യങ്ങളിലല്ലാതെ എനിക്ക് ആൾ പറയുന്ന ഒരു കാര്യവും മറ്റൊരാളോട് പറയാനുള്ള റൈറ്റ് ഇല്ല. ഫോറൻസിക് സൈക്കോളജിസ്റ്റിന്റെ കേസിൽ ഈ പ്രശ്നമൊന്നുമില്ല. കൺസെന്റ് വേണ്ട, കോൺഫിഡൻഷ്യാലിറ്റി ഒരു പ്രശ്നവുമല്ല. ഇൻസ്റ്റഡ് ഡിഫൻഡൻസ് ആർ നോട്ടിഫൈഡ് ഓഫ് ദ ഇവാലുവേഷൻസ് പർപ്പസ് ആൻഡ് യൂസ്. ഇവിടെ നമുക്ക് ചോദ്യം ചെയ്യാനുള്ള അല്ലെങ്കിൽ അസസ് ചെയ്യാനുള്ള ആളോട് പറയും, ഇന്ന സമയത്ത് എത്തിക്കോളാം, നിങ്ങൾ ഇങ്ങനെ ഉണ്ട്. കാരണം കോർട്ടിന്റെ ഓർഡർ ഉണ്ട്. ബാക്കിയുള്ള സൈക്കോളജിസ്റ്റിൽ നിന്ന് മെയിൻ വ്യത്യാസമാണ്. ബാക്കിയുള്ള സൈക്കോളജിസ്റ്റുകൾക്കാണെങ്കിലും കൺസെന്റ് വേണം, അതുപോലെ തന്നെ കോൺഫിഡൻഷ്യാലിറ്റി നിലനിർത്തണം. ഇതൊന്നും ഫോറൻസിക്, ബിക്കോസ് ലോ ആവശ്യപ്പെട്ടിട്ടാണ് ഇത് ചെയ്തത്. സോ ലോ അനുസരിച്ചിട്ടായിരിക്കും മുന്നോട്ട് പോകുന്നത്. Okay, recognizing malingering or faint symptoms is a crucial in forensic psychology. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് കേട്ടോ. അതായത് മാലിങ്കറിങ്, അതായത് അവർ കോർട്ടിൽ ഇപ്പൊ നമ്മള് മാനസിക രോഗം അഭിനയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് കുറച്ച് പെട്ടെന്ന് തന്നെ നമുക്ക് കോർട്ടിൽ നിന്നും ഇപ്പം ഒരു ചികിത്സയിലാണ് ഒരു പേഷ്യന്റ് എങ്കിൽ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ അടുത്ത കാലത്ത് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, പോസ്റ്റ്മോർട്ടം ഡിപ്രഷന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സ്ത്രീ കുഞ്ഞിനെ കൊന്നു. പോസ്റ്റ്മോർട്ടം ഡിപ്രഷനെയും പോസ്റ്റ്മോർട്ടം സൈക്കോസിന്റെയും സിംറ്റമാണ് സ്വയം ആത്മഹത്യ ചെയ്യുക അല്ലെങ്കിൽ കുഞ്ഞിനെ കൊല്ലുക എന്നുള്ളത്. അപ്പൊ ട്രീറ്റ്മെന്റിലായിരുന്നുകൊണ്ട് തന്നെ ആ സ്ത്രീക്ക് ജാമ്യം കിട്ടി. കാരണം ആ സ്ത്രീ അറിഞ്ഞുകൊണ്ടല്ല, രോഗത്തിന്റെ ഭാഗമായിട്ടാണ് എന്നുള്ള രീതിയിൽ ജാമ്യം കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ ഫേക്ക് ചെയ്യാണോ എന്ന് നോക്കണത് ഫോറൻസിക് സൈക്കോളജി. അതായത് ഇയാൾക്ക് യഥാർത്ഥത്തിൽ മാനസിക രോഗമുണ്ട്, ചിലർ മാനസിക രോഗികളായിട്ട് അഭിനയിക്കുകയൊക്കെ ചെയ്യും. മാനസിക രോഗം ഉണ്ടോ എന്ന് നോക്കേണ്ടതും ആരുടെ, അതായത് മാലിങ്കറിങ്, ചതിക്കുക അല്ലെങ്കിൽ ഫേക്ക് ചെയ്യാണോ എന്നുള്ളത് നോക്കുന്നതും ഫോറൻസിക് സൈക്കോളജിന്റെ പണിയാണ്. റിക്വയറിംഗ് ദ എബിലിറ്റി to detect varying degrees of exaggerated symptoms. കണ്ടോ, ഡിറ്റക്ട് ചെയ്യണം ഡിഗ്രീസ് ഓഫ് എക്സാജറേറ്റഡ് സിംറ്റംസ്. ആ സിംറ്റംസ്, അയാൾ കാണിക്കുന്ന സിംറ്റംസ് വാലിഡ് ആണോ ഫേക്ക് ചെയ്യാണോ എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഡിറ്റക്ട് ചെയ്ത് കൊടുക്കുകയും വേണം. Forensic psychologists perform numerous tasks within the criminal justice system, primarily preparing for and providing courtroom testimony, which demands a strong grasp of the law and the specific legal issues involved. കണ്ടോ, ഇവിടെ ഫോറൻസിക് സൈക്കോളജിസ്റ്റ് ഒരുപാട് ടാസ്ക് ഉണ്ട്. ഒരു ടാസ്ക് ഒന്നുമില്ല, ഒരുപാട് ടാസ്ക് ഉണ്ട് ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിന് കൂടെ നിന്ന് ചെയ്യേണ്ടത്. നമ്മൾ എന്താണ്, കോർട്ട് റൂം ടെസ്റ്റിമണിക്ക് വേണ്ടിയിട്ടുള്ള പിന്നെ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യണം. അതുപോലെ തന്നെ സ്പെസിഫിക് ഇഷ്യൂസ് ആൾക്കെന്തെങ്കിലും, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആണെങ്കിൽ നമ്മുടെ ശ്രീജിത്ത് രവിക്ക് ഒരു മാനസിക രോഗം ഉണ്ട്, മാനസിക രോഗാവസ്ഥയുണ്ട്. എക്സിബിഷനിസം എന്നുള്ള രോഗം, കാരണം
ഈ പറഞ്ഞ പോലെ തന്നെ സ്വന്തം ജെനിറ്റൽസ് മറ്റൊരാൾക്ക് കാണിച്ചു കൊടുത്തിട്ട് എന്താ പറയാ സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തുന്ന രീതിയിലുള്ള ഒരു മാനസിക രോഗാവസ്ഥ. അയാൾ അതിന് ട്രീറ്റ്മെന്റിലായിരുന്നു. ട്രീറ്റ്മെന്റിലായതിനെ തന്നെ സൈക്കോളജിസ്റ്റ് സർട്ടിഫൈ ചെയ്തപ്പം അയാൾക്ക് ജാമ്യം കിട്ടി. അപ്പൊ അതൊക്കെയാണ്, അതായത് സ്പെസിഫിക് ലീഗൽ ഇഷ്യൂ ഇൻവോൾവ് ആയിട്ടുള്ള എന്തെങ്കിലും സ്ട്രോങ് ഡിമാൻഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കോടതിയെ ബോധ്യപ്പെടുത്തേണ്ടത്, അതായത് മാനസികമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്തേണ്ടത് ആരുടെ പണിയാണ്? ഫോറൻസിക് സൈക്കോളജിസ്റ്റ് ആണ്. ഇപ്പം ഒരു അത് അയാൾ ട്രീറ്റ് ചെയ്ത ഡോക്ടർ സർട്ടിഫൈ ചെയ്തിട്ട് കാര്യമില്ല. ഇപ്പൊ ശ്രീജിത്ത് രവിയുടെ ഡോക്ടർ വന്ന് പറയാം ഇയാൾക്ക് എന്റെ ട്രീറ്റ്മെന്റിലാണ്, ഇയാൾക്ക് ഇന്ന രോഗം ഉണ്ടെന്ന് പറഞ്ഞെങ്കിൽ അത് തെളിയിച്ചു കൊടുക്കുന്നത് ആരാണ്? നമ്മുടെ ഫോറൻസിക് സൈക്കോളജിസ്റ്റ് ആണ്. ഉണ്ട് എന്നുള്ളത് അത് ഒത്തിരി വരുന്നുണ്ട് കേട്ടോ അതില്. ഇപ്പൊ പിന്നെ ഈ പാരനോയിഡ് സ്കിസോഫ്രീനിയ, ഈ സംശയരോഗം, സംശയത്തിന് മൂർധന്യാവസ്ഥയിലുള്ളവര് അവര് ഭാര്യനെയോ ഭർത്താവിനെയോ ഒക്കെ കൊല്ലാറൊക്കെ ഉണ്ട്. ട്രീറ്റ്മെന്റിലുള്ളവരാണെങ്കിൽ അവരത് പ്രസന്റ് ചെയ്യും, ഇയാൾക്ക് പാരനോയിഡ് സ്കിസോഫ്രീനിയ ഉണ്ടായിരുന്നു, ഇയാൾ ട്രീറ്റ്മെന്റിലാണ് എന്ന് കോർട്ടിൽ അയാളുടെ സൈക്കോളജിസ്റ്റ് പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രൂവ് ചെയ്ത് അതിന്റെ കാര്യങ്ങൾ നോക്കേണ്ടത് ഫോറൻസിക് സൈക്കോളജിസ്റ്റ്. ഫോറൻസിക് സൈക്കോളജിസ്റ്റ് ക്രിമിനൽ അല്ലെങ്കിൽ ആ ഒരു ഒഫൻഡറുടെ ഭാഗത്തല്ല, ലീഗൽ സിസ്റ്റത്തിന്റെ ഭാഗത്ത് നിന്നിട്ടാണ് കാര്യങ്ങൾ ചെയ്യുക. Preparing for testimony involves evaluating client and understanding legal context, utilizing resources like the crime classification manual to ensure accurate and credible contribution to the legal process. എങ്ങനെയാണ് ഒരു ഫോറൻസിക് സൈക്കോളജിസ്റ്റ് ടെസ്റ്റിമണിക്ക് വേണ്ടി പ്രിപ്പയർ ആവുക? അവരെ ക്ലയൻസിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യും, ഇവാലുവേറ്റ് ചെയ്യും. ടെസ്റ്റുകളൊക്കെ വെച്ച് ഡിപ്രഷൻ ഉണ്ടോ, പിന്നെ എന്തെങ്കിലും പേഴ്സണാലിറ്റി പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ ടെസ്റ്റുകൾ വെച്ചിട്ട് തന്നെ ഇവാലുവേറ്റ് ചെയ്യും. ഇയാൾ നിൽക്കുന്ന ലീഗൽ കോണ്ടസ്റ്റുകൾ മനസ്സിലാക്കും. അതുപോലെ തന്നെ പല എന്താ പറയാ റിസോഴ്സുകൾ ഉപയോഗിച്ചിട്ട്, ക്രൈം ക്ലാസിഫിക്കേഷൻ മാനുവൽ ഒക്കെ ഉപയോഗിച്ചിട്ട് ക്രെഡിബിൾ കോൺട്രിബ്യൂഷൻ കൊടുക്കും. ഇയാള് പിന്നെന്താണ് മാനസിക രോഗം കൊണ്ട് ചെയ്തു പോയതാണെന്നുകൊണ്ട് ഇയാൾക്ക് ജയിൽ ശിക്ഷയല്ല, പകരം മാനസിക രോഗ ആശുപത്രിയിലുള്ള ചികിത്സയാണ് വേണ്ടെന്നൊക്കെയുള്ള രീതിയിൽ ക്രെഡിബിൾ ആയിട്ടുള്ള ആക്യുറേറ്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ആണ് ടെസ്റ്റിമണി സമയത്ത് കൊടുക്കുക. അതായത് ഒരാൾ മാനസിക രോഗിയാണ് അല്ലെങ്കിൽ മാനസിക രോഗിയായിട്ട് പിന്നെ പ്രിപ്പയർ കാണിക്കുകയാണെങ്കിൽ അയാളെ പിടിച്ചാണ് നമുക്ക് അയാളുടെ ഡോക്ടർ പറഞ്ഞു വെച്ചാൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അത് ഫോറൻസിക് സൈക്കോളജിസ്റ്റ് സർട്ടിഫൈ അല്ലെങ്കിൽ ഫോറൻസിക് സൈക്യാട്രിസ്റ്റ് സർട്ടിഫൈ ചെയ്താൽ മാത്രമാണ് ആ രീതിയിലേക്ക് പോവാ. ഓക്കെ ആണോ? ഓക്കെ ആണോ? അപ്പൊ ഒരു ഓൾ ടുഗദർ ആയിട്ട് പറയുകയാണെങ്കിൽ ശരിക്കും ഫോറൻസിക് സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നത് ലീഗൽ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അതായത് ലീഗലി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യാം എന്ന്, ഒരു ക്രൈമുമായിട്ട് ബന്ധപ്പെട്ടുള്ള ലീഗൽ കോൺട്രിബ്യൂട്ട്, അത് ക്രിമിനലിന്റെ പ്രൊഫൈല് തയ്യാറാക്കാണ്ട് ആരോ ഞാൻ ക്ലാസ്സിലാണെന്ന് പറയാം കേട്ടോ. നിങ്ങളുടെ ഇഗ്നോക്കാര് കുറച്ചുപേര് കാണാൻ വന്നിട്ടുണ്ട് ക്ലിനിക്കിലേക്ക്, വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, സെക്കൻഡ് ഇയേഴ്സ്. അപ്പോ ഒരു ലീഗൽ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവരാണ് ആര്? നമ്മുടെ ഫോറൻസിക് സൈക്കോളജിസ്റ്റ്. അതായത് ആ ലീഗൽ സൈഡിലാണ് അവർ നിൽക്കുക. അവർക്ക് സൈക്കോളജി വശം മാത്രം പഠിച്ചാൽ പോരാ, ലീഗൽ ഒരു കോർട്ട് അവരോട് ചോദിക്കുക ഇയാള് പിന്നെ ട്രയൽ നേരിടാൻ വില്ലിങ് ആണോ അല്ലെങ്കിൽ പ്രാപ്തനാണോ, ഇയാൾക്ക് ഏത് രീതിയിലുള്ള സെന്റൻസ് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് കോർട്ട് നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനി ഫോറൻസിക് സൈക്കോളജി ആൻഡ് റിലേറ്റഡ് ഫീൽഡ്സ് ആണ് അടുത്ത ടോപ്പിക്. അതായത് ഫോറൻസിക് സൈക്കോളജിയും റിലേറ്റ് ചെയ്തിരിക്കുന്ന ഫീൽഡ്, ഫോറൻസിക് സൈക്കോളജിക്ക് മറ്റ് കുറച്ച് സൈക്കോളജി ഫീൽഡുമായിട്ട് കുറച്ച് ബന്ധമുണ്ട്, അതാണ് പറയാൻ വേണ്ടി പോകുന്നത്. അതിൽ ഫോറൻസിക് സൈക്കോളജിയും ക്ലിനിക്കൽ സൈക്കോളജിയുമാണ് ഫസ്റ്റ് പറയുന്നത്. എന്താണ് ക്ലിനിക്കൽ സൈക്കോളജി? നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ? സീരിയസ് ആയിട്ടുള്ള മാനസിക രോഗങ്ങൾ ഡയഗ്നോസ് ചെയ്യാം, അവർക്ക് തെറാപ്പി കൊടുക്കുന്നവരാണ് ആര്? ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്. സീരിയസ് ആയിട്ടുള്ള മാനസിക രോഗങ്ങൾക്ക് തെറാപ്പി കൊടുക്കുക അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ അവരെ ഡയഗ്നോസ് ചെയ്യുക, ട്രീറ്റ് ചെയ്യുന്നവരാണ് ക്ലിനിക്കൽ സൈക്കോളജി. അപ്പം പല ക്രൈമിൽ ഉൾപ്പെട്ടവർ സീരിയസ് ആയിട്ടുള്ള മാനസിക രോഗികൾ തന്നെയായിരിക്കും. സോ ഫോറൻസിക് സൈക്കോളജിക്ക് ക്ലിനിക്കൽ സൈക്കോളജിയുമായിട്ടുള്ള റിലേഷൻ ആണ് പറയുന്നത്. നോക്കിക്കേ, ഫോറൻസിക് സൈക്കോളജി ആൻഡ് ക്ലിനിക്കൽ സൈക്കോളജി ബോത്ത് ബിഗൻ ഇൻ ദ ലേറ്റ് 1800s. രണ്ടും തുടങ്ങുന്നത് 1800കളുടെ അവസാന കാലഘട്ടത്തിലാണ്. ലൈറ്റ്നർ വിഗ്മർ, എ ഫോർമർ സ്റ്റുഡന്റ് ഓഫ് വില്യം വൂണ്ട്, അതായത് നമ്മുടെ സൈക്കോളജിയുടെ ഫാദർ ആയിട്ടുള്ള വില്യം വൂണ്ടിന്റെ ആദ്യകാല സ്റ്റുഡന്റ് ആയിട്ടുള്ള ലൈറ്റ്നർ വിഗ്മർ ആണ് is considered the first true clinical psychologist. ഒരു ഫസ്റ്റ് ട്രൂ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയിട്ട് പറയുന്നത്
സൈക്കോളജിയുടെ ഫാദർ ആയിട്ടുള്ള വോണ്ടിന്റെ സ്റ്റുഡന്റ് ആണ് ലൈറ്റർ വിറ്റ്നർ. The first known use of forensic psychology was Albert von Schantz, who testified at a murder trial about the negative impact of publicity on witness memories. കണ്ടോ, ഇനി ആദ്യത്തെ ഫോറൻസിക് സൈക്കോളജിസ്റ്റ്, ഈ പേര് മറന്നു പോയത് കേട്ടോ, ആദ്യത്തെ ഫോറൻസിക് സൈക്കോളജിസ്റ്റ് ആയിട്ട് അറിയപ്പെടുന്നത് ആൽബർട്ട് വോൺ ഷ്രെങ്ക് നോട്ട്സിംഗ് ആണ്. അദ്ദേഹം ഒരു മേർഡർ ട്രയൽ ടെസ്റ്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു കൊലപാതകത്തിന്റെ വിചാരണ അദ്ദേഹം ടെസ്റ്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ്? നെഗറ്റീവ് ഇമ്പാക്ട് ഓഫ് പബ്ലിസിറ്റി ഓൺ വിറ്റ്നസ് മെമ്മറീസ്. അതായത് വിറ്റ്നസിന്റെ മെമ്മറി, ഒരു പിന്നെ എന്താ വിറ്റ്നസിന്റെ മലയാളം എന്തായിരുന്നു? സാക്ഷി അല്ലെ, സാക്ഷിയുടെ പിന്നെ പബ്ലിസിറ്റി, സാക്ഷിയുടെ മെമ്മറീസിന്റെ പബ്ലിസിറ്റി കൊണ്ട് ഉണ്ടാവുന്ന നെഗറ്റീവ് ഇമ്പാക്ട്, ഒരു സാക്ഷി അദ്ദേഹത്തിന്റെ ഓർമ്മകൾ പബ്ലിക്കായിട്ട് പറയുമ്പോൾ ഉണ്ടാവുന്ന നെഗറ്റീവ് ഇമ്പാക്ട് ഒരു ട്രയലിന്റെ സമയത്തും അദ്ദേഹം ടെസ്റ്റിഫൈ ചെയ്തിരുന്നു. അതാണ് ഫോറൻസിക് സൈക്കോളജിയുടെ ഒരു തുടക്കമായിട്ട് പറയുന്നത്. Clinical forensic psychology is a subfield that combines elements of clinical psychology with the criminal justice system. കേട്ടോ, ക്ലിനിക്കൽ ഫോറൻസിക് സൈക്കോളജി എന്നൊരു വിഭാഗമുണ്ട്. അതായത് ക്ലിനിക്കൽ സൈക്കോളജി ഫോറൻസിക്കും കൂടി, അതായത് ക്രിമിനൽ ആയിട്ടുള്ള ഒരു മാനസിക രോഗിയെ ട്രീറ്റ് ചെയ്യുന്ന ഒരു സബ്ഫീൽഡാണ് ക്ലിനിക്കൽ ഫോറൻസിക് സൈക്കോളജി. ക്ലിനിക്കൽ ഫോറൻസിക് സൈക്കോളജി as psychologists assess and treat individuals with mental illness who are involved in the criminal justice system, often due to convictions. കണ്ടോ, ഇവിടെ ക്ലിനിക്കൽ ഫോറൻസിക് സൈക്കോളജിസ്റ്റ് എന്താ ചെയ്തത്? ഒരു ക്രൈമിൽ അകപ്പെട്ടിട്ടുള്ള വ്യക്തി, അതായത് ഒരു ക്രിമിനലിന് അയാളുടെ മെന്റൽ ഇൽനെസ് ഉള്ള ഒരാള് ക്രൈമിൽ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയാളെ ട്രീറ്റ് ചെയ്യുക, അസസ് ചെയ്യുക എന്ന കാര്യങ്ങളാണ് ക്ലിനിക്കൽ ഫോറൻസിക് സൈക്കോളജിയിൽ വരുന്നത്. ട്രീറ്റ്മെന്റ് ആൻഡ് അസസ്മെന്റ് ക്യാൻ ഒക്കർ ഇൻ പ്രിസൺസ്, ജയിലിൽ വെച്ച് കൊടുക്കാം, കറക്ഷൻ ഫെസിലിറ്റീസ്, പരിഹാര പാഠശാല, ദുർഗുണ പരിഹാര പാഠശാല പോലുള്ള സ്ഥലത്ത് വെച്ച് ട്രീറ്റ് ചെയ്യാം, ഹോസ്പിറ്റൽസിൽ വെച്ച് ട്രീറ്റ് ചെയ്യാം, പ്രൈവറ്റ് പ്രാക്ടീസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം, ആൻഡ് മേ ബി മാൻഡേറ്റഡ് ആസ് എ പാർട്ട് ഓഫ് പരോൾ ഓർ പ്രൊബേഷൻ. പരോളോ പ്രൊബേഷന്റെ സമയത്തോ ഒക്കെ നമുക്കിത് കൊടുക്കാം. അതായത് മാനസിക രോഗിയായിരിക്കും ഒരു ക്രൈമിൽ അകപ്പെട്ട വ്യക്തിയെ അസസ് ചെയ്യുക, അതായത് അവർക്ക് രോഗമുണ്ടോ എന്ന് അസസ് ചെയ്യുക, അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഒരു വിഭാഗമാണ് ക്ലിനിക്കൽ ഫോറൻസിക് സൈക്കോളജി എന്ന് പറയുന്നത്. എവിടെ വെച്ച് ട്രീറ്റ്മെന്റ് കൊടുക്കും? ഇവിടെയൊക്കെ പറയുന്നുണ്ട് ജയിലുകളില്, കറക്ഷൻ ഫെസിലിറ്റീസില്, ഹോസ്പിറ്റൽസില്, പ്രൈവറ്റ് പ്രാക്ടീസില് ഒക്കെ ചെയ്യാം, അല്ലെങ്കിൽ പരോളിന്റെ പ്രൊബേഷൻ പീരീഡിലോ കൊടുക്കാവുന്നത്. ഇതാണ് ക്ലിനിക്കൽ ഫോറൻസിക് സൈക്കോളജി, അല്ലെങ്കിൽ ഫോറൻസിക് സൈക്കോളജിക്ക് ക്ലിനിക്കൽ സൈക്കോളജിയുമായിട്ടുള്ള ബന്ധം. ഓക്കെ ആണോ? ഇനി അടുത്ത് നോക്കിയേ, ഫോറൻസിക് സൈക്കോളജി ആൻഡ് കൊഗ്നിറ്റീവ് സൈക്കോളജി. കൊഗ്നിറ്റീവ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ ഒരാളുടെ മെമ്മറി, പ്രോബ്ലം സോൾവിങ്, ഡിസിഷൻ മേക്കിംഗ്, ഇതിനെ പറ്റിയിട്ടൊക്കെ ആധികാരികമായിട്ട് പഠിക്കുന്ന വിഭാഗമാണ്. അതായത് ഒരു മനുഷ്യന്റെ കൊഗ്നിഷൻ അല്ലെങ്കിൽ ചിന്ത, അതിനെ പറ്റി സയന്റിഫിക് ആയിട്ട് പഠിക്കുന്ന ഒരു വിഭാഗമാണ് കോഗ്നിറ്റീവ് സൈക്കോളജി. സോ കൊഗ്നിറ്റീവ് സൈക്കോളജിക്ക് ഫോറൻസിക് സൈക്കോളജിയുമായിട്ട് എന്തൊക്കെ ബന്ധമാണ് ഉള്ളത്? Forensic psychology is closely tied to cognitive perspective, developed by George Miller, Jerome Bruner, and Ulrich Neisser. കണ്ടോ, കോഗ്നിറ്റീവ് സൈക്കോളജിയുടെ ഡെവലപ്പേഴ്സ് ആട്ടോ. ഈ പേരുകളൊക്കെ ഒന്ന് ഓർത്ത് വെക്കണേ. കോഗ്നിറ്റീവ് സൈക്കോളജിയുടെ ഡെവലപ്പേഴ്സ് ആണ് ജോർജ് മില്ലർ, ജെറോം ബ്രൂണർ, അൾറിച്ച് നെയ്സർ. ഇവര് മൂന്നുപേരും കേട്ടോ. This perspective focus on thinking, language, dreams, positioning that perception and thoughts influence behavior. ഒരു പിന്നെ ഡ്രീം, ലാംഗ്വേജ്, തിങ്കിങ്, പോസിറ്റിങ്, ഇതൊക്കെ എങ്ങനെ നമ്മുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, അതായത് ഒരു ചിന്തകൾ എങ്ങനെ മനുഷ്യന്റെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്ന് പഠിക്കുന്ന വിഭാഗമാണ് കോഗ്നിറ്റീവ് സൈക്കോളജി. നമുക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഒരാൾ എന്തുകൊണ്ട് ഇയാളെ കൊല്ലാൻ ചിന്തിച്ചു, അല്ലെങ്കിൽ എങ്ങനെ പ്ലാൻ ചെയ്തു. ഇതൊക്കെ ആയിരിക്കും ഫോറൻസിക് സൈക്കോളജിസ്റ്റ് നോക്കാം. Forensic psychologists provide expert opinion at trials, assisting witness in identifying suspects, and may hypnotize individual to enhance memory. കണ്ടോ, എക്സ്പെർട്ട് ഒപ്പീനിയൻ ട്രയലിന്റെ സമയത്ത്, അതായത് വിചാരണ സമയത്ത് എക്സ്പെർട്ട് ഒപ്പീനിയന് വിറ്റ്നസിനെ അസിസ്റ്റ് ചെയ്യാന്, സസ്പെക്റ്റിനെ ഐഡന്റിഫൈ ചെയ്യാന്, അതായത് മെമ്മറി ഓർത്ത് നോക്കി ഇയാൾ തന്നെയാണോ, ഈ ഇരുട്ടത്തല്ലേ നിങ്ങൾ കണ്ടത്, ഈ സൈഡ് പോലെ തന്നെയാണോ, ഇങ്ങനെ വിറ്റ്നസിനെ അസിസ്റ്റ് ചെയ്യും സസ്പെക്റ്റിനെ ഐഡന്റിഫൈ ചെയ്യാന്. അതുപോലെ തന്നെ മെമ്മറി എൻഹാൻസ് ചെയ്യാൻ ചെറിയ ചെറിയ ഹിപ്നോട്ടൈസിങ് രീതികളൊക്കെ പരീക്ഷിക്കാറും ഒക്കെ ഉണ്ട് ഫോറൻസിക് സൈക്കോളജി. അതായത് ഈ വിചാരണ സമയത്ത് ചിന്തകളെ ഉണർത്താൻ വേണ്ടിയിട്ടാണ് ഫോറൻസിക് സൈക്കോളജിസ്റ്റ് ബോത്ത് വിറ്റ്നസ്
ആൻഡ് അക്യൂസ് അല്ലെങ്കിൽ സസ്പെക്ട് രണ്ട് കൂട്ടരെയും എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫോറൻസിക് സൈക്കോളജിസ്റ്റ് വർക്ക് ഇൻ ഡൈവേഴ്സ് ഏരിയ ഇൻക്ലൂഡിംഗ് പരോൾ റെഡിനെസ്, പരോൾ കൊടുക്കാൻ പാകത്തിലായോ, റീഹാബിലിറ്റേഷൻ പ്രോഗ്രാം ഇവാലുവേഷൻ, ഇവർക്കുള്ള പുനരധിവാസ പ്രോഗ്രാമുകൾ ഇവാലുവേഷൻ, പുനരധിവാസ പ്രോഗ്രാംസ് ഒക്കെ കൊണ്ടുവരും ക്രിമിനൽസിനൊക്കെ ഉള്ള, അത് ആപ്റ്റ് ആണോ അത് വിലയിരുത്താനൊക്കെ ഫോറൻസിക് സൈക്കോളജിസ്റ്റ് പോവാറുണ്ട്. ക്ലിനിക്കൽ കോമ്പിറ്റൻസി, ടോട്ട് ലയബിലിറ്റി, അതുപോലെ തന്നെ എവിഡൻസ് അസസ്മെന്റ്, ജൂറി സെലക്ഷന്, പോലീസ് ട്രെയിനിങ്ങിൽ പോലും ആര് ഭാഗമാവാറുണ്ട്, ഫോറൻസിക് സൈക്കോളജിസ്റ്റ് ഭാഗമാവാറുണ്ട്. ദേ ഇവാലുവേറ്റ് മെന്റൽ സ്റ്റേറ്റ്, കോൺട്രിബ്യൂട്ട് ടു പാറ്റേൺ ആൻഡ് ട്രേഡ് മാർക്ക് ഡിസ്പ്യൂട്ടസ്, ഡിവോഴ്സ് ആൻഡ് കസ്റ്റഡി കേസസ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഡിവോഴ്സിന്റെ കേസിൽ, കസ്റ്റഡി കേസസ് അല്ലെ, ഇപ്പൊ ഒരു ഭാര്യ വന്ന് പറയാണ് ഭർത്താവിന് സെക്ഷൽ ഡിസ്ഫങ്ഷൻ ഉണ്ട് അല്ലെങ്കിൽ അയാൾക്ക് സെക്സിൽ താല്പര്യമില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് അത് ഡിവോഴ്സിലേക്ക് എത്തുകയാണെങ്കിൽ ഫോറൻസിക് സൈക്കോളജിസ്റ്റ് അസസ് ചെയ്താൽ ഡിവോഴ്സ് പെട്ടെന്ന് നടക്കും. അല്ലെങ്കിൽ ആൾക്ക് സംശയരോഗമുണ്ട്, ഭാര്യ വന്ന് പറയുന്നത് ഭർത്താവിന് അമിതമായിട്ടുള്ള സംശയരോഗമുണ്ട്, ഭർത്താവിന് ഫോറൻസിക് സൈക്കോളജിസ്റ്റ് അസസ് ചെയ്യാണ്, എന്നിട്ട് പറയാണ് ഡിവോഴ്സ് പെട്ടെന്ന് കിട്ടും. പിന്നെ കസ്റ്റഡി കേസസ്, ആരുടെ കൂടെ മക്കളെ വിടണം, പ്രോഡക്റ്റ് ലയബിലിറ്റി ആൻഡ് ടാക്സേഷൻ, പ്രൊവൈഡിങ് ഡയഗ്നോസ്റ്റിക് അപ്രൈസൽ ടു ഡിറ്റർമൈൻ ട്രയൽ കേപ്പബിലിറ്റി. ഞാൻ പറഞ്ഞല്ലോ ട്രയലിന് ആള്, അതായത് വിചാരണയ്ക്ക് ആള് റെഡിയാണോ എന്നൊക്കെ നോക്കുന്നതും ആരാണ്, ഫോറൻസിക് സൈക്കോളജിസ്റ്റ് ആണ്. സൈക്കോളജിസ്റ്റ് ഗ്യാദർ ഹോസ്പിറ്റൽ റെക്കോർഡ്സ്, പോലീസ് റിപ്പോർട്ട്, വിറ്റ്നസ് സ്റ്റേറ്റ്മെന്റ്, ഓഫർ ടെസ്റ്റിഫൈ ഇൻ കോർട്ട്. കണ്ടോ, സൈക്കോളജിസ്റ്റ് ഹോസ്പിറ്റലിന്റെ റെക്കോർഡ് വാങ്ങും, പോലീസിന്റെ റിപ്പോർട്ട് നോക്കും, വിറ്റ്നസുകൾ പറഞ്ഞിട്ടുള്ള മൊഴി നോക്കും, ഒക്കെ നോക്കിയിട്ടാണ് ടെസ്റ്റിഫൈ, കോർട്ടിൽ ടെസ്റ്റിഫൈയിലേക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. ഡിഫൻസ് അറ്റോർണീസ് മേ ഹയർ ഫോറൻസിക് സൈക്കോളജിസ്റ്റ് ടു ഇവാലുവേറ്റ് എ ഡിഫൻസ് മെൻ പ്രോസസ്സസ്, അഡ്മിനിസ്ട്രേറ്റീവ് പേഴ്സണാലിറ്റി ആൻഡ് ഇന്റലിജന്റ് ടെസ്റ്റ്സ്. കേട്ടോ, ഡിഫൻസ് അറ്റോർണീസ് ഉണ്ടാവില്ലേ, അതായത് എതിർഭാഗക്കാരും ചിലപ്പോൾ ഫോറൻസിക് സൈക്കോളജിസ്റ്റിന് എന്ത് ചെയ്യാറുണ്ട്, ഹയർ ചെയ്യാറുണ്ട്. ഡിഫൻസിന്റെ മെന്റൽ പ്രോസസ് എന്താണ്, അതുപോലെ പേഴ്സണാലിറ്റി ടെസ്റ്റ്, ഇന്റലിജന്റ് ടെസ്റ്റ് ഒക്കെ ചെയ്യാൻ ഡിഫൻസ് അറ്റോർണീസും എന്ത് ചെയ്യാറുണ്ട്, അവരുടെ ഭാഗത്തുള്ളവരും ഫോറൻസിക് സൈക്കോളജിസ്റ്റിനെ ഹയർ ചെയ്യാറുണ്ട്. Forensic psychology is linked to structuralism, examining conscious experience, objective sensation and subjective feeling. അതായത് സൈക്കോളജിയുടെ സ്ട്രക്ചറലിസം ഫീൽഡിനുമായിട്ട് ലിങ്ക് ചെയ്ത് കിടക്കുന്നുണ്ട്. അതായത് ഒരാളുടെ കോൺഷ്യസ് എക്സ്പീരിയൻസ്, അൺകോൺഷ്യസ് ആണെന്ന് നോക്കൂലട്ടോ, നിങ്ങൾ അയാളുടെ സബ് കോൺഷ്യസ് ആണെന്നല്ല, അയാളുടെ കോൺഷ്യസ് എക്സ്പീരിയൻസ്, അയാളുടെ ഒബ്ജക്റ്റീവ് സെൻസേഷൻസ്, അതായത് ഒരു വ്യക്തിയായിട്ടല്ല, ഒരു ഒബ്ജക്റ്റ് പഠിക്കുന്ന പോലെയാണ് അയാളെ പഠിക്കുക. അയാളുടെ ഉള്ളറകളോ അതൊന്നുമല്ല, അയാൾ എന്തുകൊണ്ട് ഇത് ചെയ്തു, അയാളുടെ കോൺഷ്യസ്നെസ് അന്നേരം എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത്, അയാള് കോൺഷ്യസ് ആയിട്ടാണ് ചെയ്തത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് സൈക്കോളജിസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ കോഗ്നിറ്റീവ് സൈക്കോളജിയുമായിട്ട് ഫോറൻസിക് സൈക്കോളജിയുള്ള ബന്ധം ഇതൊക്കെയാണ്. അതായത് ആ സമയത്തുള്ള അയാളുടെ ചിന്താഗതി അല്ലെങ്കിൽ ഇപ്പോഴുള്ള ചിന്താഗതികള്, പിന്നെ അതുപോലെ വിറ്റ്നസിന്റെ ഓർമ്മശക്തി, ഇത്തരത്തില് തോട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഫോറൻസിക് സൈക്കോളജി കോഗ്നിറ്റീവ് സൈക്കോളജിയും റിലേറ്റഡ് ആയിട്ട് ഉള്ളത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? പറഞ്ഞേ. ഫോറൻസിക് സൈക്കോളജി ആൻഡ് ഡെവലപ്മെന്റൽ സൈക്കോളജി എന്നുള്ളത്. ഡെവലപ്മെന്റൽ സൈക്കോളജി എന്താണ്, ഒരു കുഞ്ഞ് വയറ്റിനുള്ളില് എന്താ പറയാ രൂപപ്പെടുന്നത് മുതൽ, അത് സൈഗോട്ട് ആവുന്നത് മുതൽ മരണം വരെയുള്ള ആൾക്കുണ്ടാവുന്ന ഡെവലപ്മെന്റിനെ പറ്റി പഠിക്കുന്ന വിഭാഗമാണ് ലൈഫ് സ്പാൻ ഡെവലപ്മെന്റൽ സൈക്കോളജി അല്ലെങ്കിൽ ഡെവലപ്മെന്റൽ സൈക്കോളജി. ഇനി ഫോറൻസിക് ഡെവലപ്മെന്റൽ സൈക്കോളജി ഓറിയന്റഡ് ടുവേർഡ് ചിൽഡ്രൻസ് ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ഇൻ ഫോറൻസിക് കോണ്ടെക്സ്റ്റ്. അതായത് ഒരു ഫോറൻസിക് കോണ്ടെക്സ്റ്റ് വെച്ചിട്ട് കുട്ടികളുടെ ആക്ഷൻസും പ്രവർത്തികളൊക്കെ നോക്കുകയാണ്. ദ റിസർച്ച് ഇസ് ഗ്രൗണ്ടഡ് ഇൻ എ ഡെവലപ്മെന്റൽ ഫ്രെയിംവർക്ക് ആൻഡ് ഇസ് എമർജിംഗ് ഐദർ ഫ്രം പ്രീവിയസ് സ്റ്റഡീസ് ഇൻ ബേസിക് ഡെവലപ്മെന്റൽ സയൻസ് ഓർ ഫ്രം റിലേറ്റഡ് റിസർച്ച് ഇൻ ദ അഡൾട്ട് ലിറ്ററേച്ചർ. കേട്ടോ, അവിടെ ഈ ഡെവലപ്മെന്റൽ ഫോറൻസിക് സൈക്കോളജിസ്റ്റുകളുടെ റിസർച്ച് എങ്ങനെയാണ്, ഒരു ഡെവലപ്മെന്റൽ ഫ്രെയിംവർക്കിൽ നിന്നാണ്. അതായത് ഒരു കുഞ്ഞ് എങ്ങനെ ആ ക്രൈമിലേക്ക് എത്തുന്നു, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ക്രിമിനൽ രൂപപ്പെട്ട് വരുന്നത്, ഡെവലപ്മെന്റിനെ കൂടി പഠിക്കുന്നുണ്ട്. മേജർ ടോപ്പിക്സ് ഇൻ ദിസ് ഫീൽഡ് ഓഫ് റിസർച്ച് ഇൻക്ലൂഡ് ദ കണ്ടീഷൻ ദാറ്റ് പെർസ്പിയേറ്റ് ഫാൾസ് റിപ്പോർട്ട്, ദ സൈക്കോളജിക്കൽ സ്റ്റാറ്റസ് ഓഫ് ഫാൾസ് റിപ്പോർട്ട് ആൻഡ് ദ ഡെവലപ്മെന്റൽ ട്രെൻഡ്സ് ഇൻ ഫാൾസ് റിപ്പോർട്ട്. അതായത് മെയിൻ ആയിട്ട് നോക്കുക ഈ ഒരു ഫാൾസ് റിപ്പോർട്ടിനെ വെച്ചിട്ടാണ് നോക്കുക. അതായത് എങ്ങനെയാണ് ഈ ഒരു എന്താ ഇപ്പം ഫാൾസ് റിപ്പോർട്ട് പെട്ടെന്ന്
അതായത് തെറ്റായിട്ടുള്ള റിപ്പോർട്ട് കൊടുക്കുന്നതിനെയാണ് ഫോൾസ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. തെറ്റായിട്ടുള്ള കാര്യങ്ങൾ, അതായത് റിപ്പോർട്ട് കൊടുക്കും. അപ്പൊ മേജർ ടോപ്പിക്സ്, ഈ ഡെവലപ്മെന്റൽ സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു മേജർ റിസർച്ച് ടോപ്പിക്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഫാൾസ് റിപ്പോർട്ട് പ്രസിപ്പിറ്റേറ്റ് ആവുന്നത്, ഈ ഫാൾസ് റിപ്പോർട്ടിന്റെ സൈക്കോളജിക്കൽ സ്റ്റേറ്റസ് എന്താണ്, അതുപോലെ തന്നെ ഡെവലപ്മെന്റൽ ആയിട്ടുള്ള ട്രെൻഡ്സ്, ഫാൾസ് റിപ്പോർട്ടിൽ എങ്ങനെയാണ് ഡെവലപ്മെന്റൽ ആയിട്ടുള്ള ട്രെൻഡ്സ്, അതായത് എങ്ങനെ ഇത് ഡെവലപ്പായി വന്നു എന്നുള്ളത്. അതായത് ഫാൾസ് റിപ്പോർട്ട് ആണെങ്കിലും എങ്ങനെ ഇത് ഡെവലപ്പായി വന്നു, ഈ കുഞ്ഞിന്റെ, അതായത് നമ്മൾ ആ ക്രിമിനലിന്റെ ചെറുപ്പകാലത്തിലേക്ക് പോലും പോകും. എന്നിട്ട് ഇപ്പം രാക്ഷസൻ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, അവിടെ നിന്ന് പിക്ക് ചെയ്ത് വരുന്ന പോലെ കൊണ്ടുവരാണ് ഡെവലപ്മെന്റൽ സൈക്കോളജിയും ഫോറൻസിക് സൈക്കോളജിയുമായിട്ടുള്ള കോൺട്രിബ്യൂഷൻ. അവിടെ ചിൽഡ്രൻസിന്റെ ആക്ഷൻസ്. അതുപോലെ തന്നെ ഉണ്ട് ഫാൾസ് റിപ്പോർട്ടിന്റെ വേറെ ഒരു കാര്യം പറയുമ്പോൾ, ഫാൾസ് റിപ്പോർട്ട്, മൈ സിസ്റ്റർ ഇൻ ലോ ഇസ് എ ലോയർ. എന്റെ സിസ്റ്റർ ഇൻ ലോ വക്കീലാണ്, പുള്ളിക്കാരുടെ ഹസ്ബൻഡ് വക്കീലാണ്. അപ്പം എന്നോട് ഈ അടുത്ത കാലത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു പോസ്കോ കേസിന്റെ സമയത്ത് അവർക്ക് അറിയാം അത് ഫാൾസ് ആണ് എന്നുള്ളത്, അത് ഫാബ്രിക്കേറ്റഡ് ആണ് എന്നുള്ളത്. പക്ഷെ എന്നോട് അന്നത്തെ കുട്ടി പിന്നെ കള്ളം പറയുന്ന പോലെ എന്ത് രസമായിട്ടാണ്, കാരണം അതറിയാം എന്തോ ഒരു ദേശത്തിന്റെ പേരിൽ കൊടുത്തിട്ടുള്ള കേസാണെന്ന് ഇവർക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോ കുഞ്ഞിനെ എങ്ങനെ ഇങ്ങനെ ആക്കി, അതൊക്കെ ഫാൾസ് റിപ്പോർട്ടിന്റെ കാര്യം, കുഞ്ഞിനെ എങ്ങനെ ഇങ്ങനെ ആക്കി എന്നുള്ളത്, കാരണം തന്നെ അബ്യൂസ് ചെയ്യുന്ന കുട്ടി പറയാണ് കള്ളമുള്ള കാര്യം, പക്ഷെ മൊഴി കൃത്യമായിട്ട് കുട്ടി പറഞ്ഞു കൊടുത്തും മൊഴി. ഞങ്ങളുടെ ഡൈനിങ് ടേബിളിലെ ചർച്ചകൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുക, ഞങ്ങളെ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ എന്നൊക്കെ. അപ്പൊ അത് എന്തായിരിക്കും കാരണം? ഞാൻ പറഞ്ഞു, ഒന്ന് കുട്ടി പോസിബിലിറ്റീസ്, ഒന്ന് കുട്ടി നല്ലൊരു നടിയൊക്കെ അറിയുന്നുണ്ട് പോലും, പക്ഷെ ഇവർക്ക് അറിയാതെ ഫാബ്രിക്കേറ്റഡ്, കാരണം വക്കീലിനോട് പോലീസുകാരോട് കള്ളം പറയുന്നതാണല്ലോ, ഫാബ്രിക്കേറ്റഡ് സാധനമാണെന്ന് ഇവർക്ക് അറിയാമെന്ന് തോന്നുന്നു. എനിക്കതിന്റെ സത്യാവസ്ഥ കാര്യങ്ങളൊന്നും അറിയില്ല. ഫാബ്രിക്കേറ്റഡ് ആണ് എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നിൽക്കുന്നത്. പക്ഷെ നമ്മൾ ഫാബ്രിക്കേറ്റഡ് ആണെന്ന് തള്ളി പോകുന്നില്ല, കുഞ്ഞിന്റെ മൊഴിയാണ് അവിടെ പറയുന്നത്. പക്ഷെ കുഞ്ഞ് ശരിക്കും അത് എക്സ്പ്രസീവ് ആയിട്ട് പറയുന്നുണ്ട്. നമ്മൾ ഒന്നെങ്കിൽ കുഞ്ഞിന് വേറെ എവിടെന്നെങ്കിലും ഒരു അബ്യൂസ് ഏറ്റിട്ടുണ്ടാവും, അത് ഇവിടേക്ക് പ്രൊജക്ട് ചെയ്തതാകും. രണ്ടാമത്തെ കാര്യം, കുഞ്ഞ് നല്ലൊരു അഭിനേത്രി ആയിരിക്കാം. അതാണ് ഫാൾസ് റിപ്പോർട്ടിൽ കുഞ്ഞ് എങ്ങനെ ഫോറൻസിക് റിയാക്ഷനിലേക്ക് കോൺടാക്ട്സിലേക്ക് വന്നു എന്നുള്ളത്. ഇപ്പം നിങ്ങൾക്കറിയാമായിരിക്കും, എനിക്കൊരു അസോൾട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു കുറച്ചു കാലം മുന്നേ, പേപ്പറിലൊക്കെ വന്നിട്ടുണ്ട്, ടി വിയിലൊക്കെ ഭയങ്കര ന്യൂസ് ആയതാണ്. ഒരു പോലീസുകാരനും അയാളുടെ കൂട്ടാളികളൊക്കെ ഡ്രങ്ക് ആയിട്ട് ഞങ്ങളുടെ കാറിനെ ആക്രമിക്കുകയും എനിക്ക് പരിക്കേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ എനിക്ക് പരിക്കേറ്റ സമയത്ത് എന്റെ കാറിൽ 5 പിള്ളേരുണ്ട്, പല പല പ്രായത്തിലുള്ള 5 പിള്ളേർ, എന്റെ 2 മക്കളും, എന്റെ സിസ്റ്ററിലോട് ഒരു സിസ്റ്ററിനോട് ഒരു മോനും, വേറൊരു സിസ്റ്ററിനോട് 2 മക്കളും ഉണ്ടായിരുന്നു. അങ്ങനെ മൊത്തം 5 പിള്ളേരുണ്ടായിരുന്നു വണ്ടിയിൽ. 2 പേരും ഉറക്കത്തിലായിരുന്നു, 3 പേരും ഉണർന്നിരിക്കുകയായിരുന്നു. ഇതിൽ 3 വയസ്സുകാരുണ്ട്. ഈ 3 വയസ്സുകാരനാണ് പോലീസിനോട് പറഞ്ഞു കൊടുക്കുന്നത്, മാമീനെ കടിച്ചു, മാമീനെ ചവിട്ടി ഞാൻ കണ്ടത്. അവൻ കാറിൽ ഇരുന്ന് കാണുന്നുണ്ട്. ബാക്കിയെല്ലാം അതുവരെ ആ കേസിന്റെ സീരിയസ്, ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആണ്, ഞാൻ സംസാരിക്കാൻ പറ്റാത്ത രീതിയിൽ നിൽക്കുകയായിരുന്നു. മൊഴിയെടുക്കാൻ പോകുന്നവരെ ആ കേസ് അത്ര സ്ട്രോങ് ആയില്ല. കുഞ്ഞ് പറഞ്ഞ സമയത്ത് അത് കുഞ്ഞിനോട് ചോദിക്കല്ല, കുഞ്ഞ് വന്ന് പോലീസുകാരോട് സംസാരിക്കുന്ന സമയത്ത് കുഞ്ഞ് വന്ന് പറയാം, മാമിനെ ചവിട്ടി, മാമനെ അടിച്ച്, മാമിനെ ചവിട്ടി. കണ്ടോ, അതാ കുഞ്ഞ്. അപ്പം അത് സത്യസന്ധമായിട്ടുള്ളതാണ്, നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും, ഫേക്കിംഗ് ആണ്. അപ്പൊ അത്തരത്തിലുള്ള ഫാൾസ് റിപ്പോർട്ട് എങ്ങനെ ഇതിലേക്ക് ഡെവലപ്പായി വന്നു എന്നൊക്കെ നോക്കുന്നത് ഫോറൻസിക് സൈക്കോളജിസ്റ്റ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? നമ്മുടെ നാട്ടിൽ അത്ര പ്രൊമിനന്റ് അല്ല, പക്ഷെ പുറത്തൊക്കെ ഫോറൻസിക് സൈക്കോളജിസ്റ്റ് കോർട്ട് റൂമിൽ മസ്റ്റ് ആയിട്ട് ഉണ്ടാവുന്ന ഒരാളാണ് കേട്ടോ. ഇതാ, forensic psychologists are often called upon to provide reports on particular individuals for court hearing. വിചാരണയുടെ സമയത്തൊക്കെ ഫോറൻസിക് സൈക്കോളജിസ്റ്റിനെ വിളിക്കാറ്, ഫോറൻസിക് സൈക്കോളജിസ്റ്റിന്റെ പിന്നെ എന്താ പറയുക വിചാരണ ചെയ്യാറൊക്കെ പുറത്ത് അതൊരു മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇവിടെ ഒരു പോസ്റ്റ് ഉണ്ടെങ്കിലും കുറെ കൂടുതൽ ക്ലറിക്കൽ വർക്ക്സ് ആണ് ചെയ്യാറുള്ളത്. നമ്മുടെ കേരളത്തിലൊക്കെ സ്ഥിതിയാണെങ്കിൽ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ശരിക്കും ഒരു ഇൻവെസ്റ്റിഗേഷൻ ഇഷ്ടപ്പെടുന്നവർക്ക്, നല്ല മനക്കെട്ടിയൊക്കെ ഉള്ളവർക്ക് പറ്റുന്ന ഒരു ജോലിയാണ്. ഇൻവെസ്റ്റിഗേഷൻ മൈൻഡ് വേണം. കാരണം ശരിക്കും ഒരു പോലീസ് ഓഫീസർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതിനേക്കാളും വേറൊരു തലത്തിലാണ് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻസ് വരാം. എന്തുകൊണ്ട് ആ ആള് ചെയ്തു എന്നുള്ളത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. നമ്മുടെ ഒരു പ്രത്യേകത കേട്ടോ. നമുക്ക് ശരിക്കും അറിയാം ഇന്ന രീതിയിൽ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബുള്ളിങ്ങും ഹറാസ്മെന്റും ഒക്കെ ചെയ്ത ഒരു വൾണറബിൾ ആയിട്ടുള്ള കുട്ടി ക്രിമിനൽ ആവാൻ ചാൻസ് കൂടുതലാണ്. അതായത് പിന്നെ പറയാണ്, പാരന്റ്സ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, ഭയങ്കരമായിട്ട് ഫിസിക്കൽ അബ്യൂസ് ചെയ്തൊരു കുട്ടി ക്രിമിനൽ മൈൻഡിലുള്ള ഒരാളാവാൻ ചാൻസ് കൂടുതലാണ്. നാർസിസം,
നമ്മുടെ ഹിറ്റ്ലറിന്റെ ഫാദറിനെ എടുത്തു നോക്കുകയാണ്. ഹിറ്റ്ലറിന്റെ ഫാദർ ഭയങ്കര നാസിസ്റ്റ് ആയിരുന്നു, അതായത് ഭയങ്കര ക്രൂവലായിരുന്നു. ഹിറ്റ്ലറിനെ നന്നായിട്ട് അടിക്കുകയായിരുന്നു. അടിച്ചിട്ട് എന്താ പറയാ പിന്നെ ഉപദ്രവിക്കായിരുന്നു. അതുകൊണ്ട് ഹിറ്റ്ലർ ഭയങ്കര ക്രൂരനായിട്ടാണ് വളർന്നിട്ടുണ്ടായിരുന്നത്. ഹിറ്റ്ലറിന് ഒരു ആർട്ടിസ്റ്റ് ആവാനായിരുന്നു താല്പര്യം. ഹിറ്റ്ലറിന്റെ ജീവിതചരിത്രത്തിൽ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു ആർട്ടിസ്റ്റ് ആവാനായിരുന്നു താല്പര്യം. പക്ഷെ ഹിറ്റ്ലറിന്റെ ഫാദറിന് അയാൾ ആരാക്കണമെന്നായിരുന്നു, ഒരു പിന്നെ ഗവൺമെന്റ് എംപ്ലോയി, പറഞ്ഞ LD ക്ലർക്ക് പോലുള്ള എന്നായിരുന്നു ആഗ്രഹം. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുമുള്ള സ്വാതന്ത്ര്യമോ അല്ലെങ്കിൽ നല്ല രീതിയിൽ ബെൽറ്റ് വെച്ച് നല്ല രീതിയിൽ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യായിരുന്നു. അത്ര ക്രൂരമായിട്ട് കുട്ടികൾ ഫിസിക്കൽ അബ്യൂസ് ഒക്കെ നേരിടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ആ കുട്ടി എന്താവാനുള്ള ചാൻസ് ഉണ്ട്, ക്രിമിനൽ ആയി വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റും ഇയാൾ എന്തുകൊണ്ട് ഈ ഒരു രീതിയിലേക്ക് വന്നു എന്നുള്ളത്. ഓക്കെ ആണോ? ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് ക്രിമിനൽ പ്രൊഫൈലിംഗ് ഒക്കെ ആട്ടോ. ക്രിമിനൽ പ്രൊഫൈലിംഗ് ഒക്കെ അടിപൊളിയാണ്. ക്രിമിനൽ പ്രൊഫൈലിംഗ് ഒക്കെ ഒത്തിരി കാര്യങ്ങൾ ഇതിൽ പഠിക്കാനുണ്ട്, വരും ക്ലാസ്സുകളിൽ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പം പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ട് പഠിക്കുമ്പോൾ പ്രത്യേകത എന്താണെന്ന് അറിയോ, നിങ്ങൾ ഇതിങ്ങനെ കേൾക്കുന്ന സമയത്ത് വിത്ത് എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇത് വായിച്ച് മനസ്സിലാക്കുന്നതിലും അപ്പുറത്തോട്ട് എക്സാം എഴുതുമ്പം കണ്ടന്റ് നിങ്ങളുടെ ഉള്ളിലേക്ക് ഇപ്പൊ എന്താണ് ഫോറൻസിക് സൈക്കോളജി എന്നുള്ളത് ഏകദേശം മനസ്സിലായോ? ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമ്മുടെ നോട്ടാണ് കേട്ടോ, ഇഗ്നോന്റെ തന്നെ നോട്ടാണ്, പക്ഷെ നമ്മളത് മോഡിഫൈ ചെയ്തു നമ്മുടേതായിട്ട് കുറെ ആഡ് ഒക്കെ ചെയ്തിട്ടുള്ള നോട്ട്സ് ആണ്. അപ്പോ തേർഡ് ഇയറിന്റെ അഡ്മിഷൻ ഒന്നും ക്ലോസ് ആയിട്ടില്ല കേട്ടോ. അപ്പോ ആരെങ്കിലും ഒക്കെ തേർഡ് ഇയറിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. നമ്മളിപ്പോ 2 സബ്ജക്റ്റ് ആണ് ഓരോ മാസങ്ങളിൽ ഇപ്പം അണ്ടർസ്റ്റാൻഡിങ് സൈക്കോളജിക്കൽ ഡിസോർഡർ 2ഉം ഫോറൻസിക് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ പ്രാക്ടിക്കൽ ഓറിയന്റഡ്, അതായത് എങ്ങനെ ഇത് നമ്മുടെ ജീവിതത്തിൽ പാകമാക്കാം അല്ലെങ്കിൽ എങ്ങനെ മറ്റൊരാളോട് പറഞ്ഞു കൊടുക്കാം എന്നുള്ള രീതിയിൽ എപ്പോഴും സൈക്കോളജി പഠിക്കാൻ വേണ്ടി നോക്കാം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിന്റെ ഒരു ഫീഡ്ബാക്ക് നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടമായോ? കാരണം ഒത്തിരി പ്രിപ്പയർ ചെയ്തിട്ടൊക്കെയാണ് ഞാൻ എടുത്തത്. കഴിഞ്ഞ വർഷം ഫോറൻസിക് എടുത്തിട്ടുണ്ടെങ്കിലും ഞാൻ അതിലോട്ട് ആഴത്തിൽ ഇറങ്ങി ചെന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം ഫോറൻസിക്കും അതുപോലെ ബാക്കി സബ്ജക്ട്സ് കുറച്ചുകൂടി ഇപ്പൊ ഞാൻ BPCC സബ്ജക്ട്സ് ആണ് എപ്പോഴും എന്താ പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ട് എടുക്കാറുള്ളത്, കോർ സബ്ജക്ട്. ബാക്കിയുള്ളത് ഞാൻ എക്സാം എഴുതാൻ പാകത്തിലേക്കാണ്. പക്ഷെ തേർഡ് ഇയറിന്റെ സബ്ജക്ട്സ് കുറച്ചുകൂടി സീരിയസ് ആയിട്ട് പഠിക്കുന്നത് കൊണ്ട് കുറച്ചുകൂടി ഞാൻ ഇരുന്ന് പഠിച്ചുകൊണ്ടാണ് എടുക്കുന്നത്. അപ്പോ ഒരു ഡ്രൈ ആയിട്ടുള്ള സബ്ജക്ട് തന്നെയാണ് ഫോറൻസിക്. അതിൽ പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ട് എടുക്കാൻ പറ്റിയോ എന്നുള്ളത് നിങ്ങളുടെ ഫീഡ്ബാക്കിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. തീർച്ചയായിട്ടും നിങ്ങൾ ഗ്രൂപ്പിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. അപ്പൊ ഹോപ്പ് ദ ക്ലാസ് വാസ് പ്രൊഡക്റ്റീവ് ആൻഡ് ഇൻഫോർമേറ്റീവ്. അടുത്തൊരു ഫ്രീ ക്ലാസ്സുമായി നമ്മൾ വീണ്ടും കാണും. അതുവരെ Abdullah signing off. Bye, take care. Thank you, ma'am. പ്രാക്ടിക്കൽ എക്സാമിന്റെ ക്ലാസ് വരുന്നുണ്ട് കേട്ടോ. കമ്മിങ് തേഴ്സ്ഡേ പ്രാക്ടിക്കൽ എക്സാമിന്റെ ക്ലാസ് വരുന്നുണ്ട്. അപ്പോ എല്ലാവരും അതിലും പങ്കെടുക്കാൻ വേണ്ടി. Thank you, ma'am.